ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10th കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. കെമിസ്ട്രി ടെക്സ്റ്റ് വായിക്കായിരുന്ന ഒരു കുട്ടിക്ക് ഒരു തോട്ട് വരുന്നു. എന്താ ഒരു ഡൗട്ടാ, ബോർ മോഡൽ മാത്രമാണോ അറ്റോമിക് മോഡൽ? ഇത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും മോഡൽ ഉണ്ടോ? അതുപോലെ ഷെല്ലിനകത്ത് വേറെ ഷെല്ലുണ്ടോ? ഇപ്പോൾ ടെക്സ്റ്റ് വായിച്ചതിൻ്റെ ബേസിൽ ഇങ്ങനെ ചിന്തിക്കുവാണ്. ഇതുപോലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? കുട്ടി ആലോചിക്കും പോലെ ബോർ മോഡൽ മാത്രമാണോ ഉള്ള അറ്റോമിക് മോഡൽ? അല്ല അല്ലേ. അപ്പം ബോർ മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോർ മോഡൽ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയാം. ബോർ മോഡൽ പറയണമെന്ന് വെച്ചാൽ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലുകളിൽ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇലക്ട്രോൺസ് ഈ ഷെല്ലുകളിലിരിക്കുകയല്ലേ. അപ്പം ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ല് കെ ഷെല്ല്, അത് കഴിഞ്ഞിട്ട് എൽ ഷെല്ല്, അത് കഴിഞ്ഞിട്ട് ഏത് ഷെല്ല എം ഷെല്ല്, അത് കഴിഞ്ഞിട്ട് എൻ ഷെല്ല്. അപ്പം ഈ 4 ഷെല്ലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏത് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസിനായിരിക്കും എനർജി കൂടുതൽ? ഏറ്റവും വലിയ ഷെല്ല്. ഇപ്പം ഈ 4 ഷെല്ല് ഞാൻ പറഞ്ഞുള്ള കെ എൽ എം എൻ വരുമ്പോൾ ഏറ്റവും വലിയ ഷെല്ല് ഏതാ? എൻ ഷെല്ലാണ്. അപ്പോൾ എൻ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കൂടുതലായിരിക്കും. പക്ഷേ എൻ ഷെല്ലെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് അകന്നല്ലേ ഇരിക്കുന്നത്. കെ ഷെല്ല് തൊട്ടടുത്തിരിപ്പുണ്ട്, എൽ ഷെല്ല് അതും കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരമുണ്ട്, അത് കഴിഞ്ഞിട്ട് എം ഷെല്ല് വരുമ്പോഴത്തേക്കും എല്ലിനേക്കാളും ന്യൂക്ലിയസിന് ഡിസ്റ്റൻസ് ഉണ്ട്. എൻ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അകന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ ഷെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ട്. പക്ഷേ അതേസമയം ന്യൂക്ലിയസിന് ഈ ഒരു എൻ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനോടുള്ള അട്രാക്ഷൻ കെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് തൊട്ടടുത്ത വലിയ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിനെക്കാട്ടിലും എനർജി കുറവായിരിക്കും. എൽ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിന് തൊട്ടടുത്ത വലിയ ഷെല്ലായിട്ടുള്ള എം ഇലക്ട്രോണിനെക്കാട്ടിലും എനർജി കുറവായിരിക്കും. അതുപോലെ തന്നെ എം ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിന് തൊട്ടടുത്ത വലിയ ഷെല്ലായിട്ടുള്ള എൻ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിനെക്കാട്ടിലും എനർജി കുറവായിരിക്കും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ എനർജി? അതെ, പറഞ്ഞത് കറക്റ്റാണ്. എൻ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി. ഇതാണ് ബോർ മോഡൽ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് പറഞ്ഞ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ഈ ന്യൂക്ലിയസ് എന്ന് എൻ ഷെല്ലിലേക്ക് പോകും തോറും ഡിസ്റ്റൻസ് കൂടി വരെയല്ലേ. അതായത് ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കെ, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എൽ, അത് കഴിഞ്ഞിട്ടിരിക്കുന്നത് എം, പിന്നെ എൻ. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഏറ്റവും പുറമെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ന്യൂക്ലിയസും ആ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. രണ്ട് കാര്യം കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അതായത് ഏറ്റവും പുറമെ ഇരിക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോൺസിന് എനർജി കൂടുതലായിരിക്കും. പക്ഷേ ആ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിന് നമ്മുടെ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ എന്തുമായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ തന്നെ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ബോർ മോഡൽ. പിന്നെ ബോർ മോഡലിന് കുറേ അധികം ഡീമെറിറ്റ്സ് ഉണ്ടായി. അപ്പോൾ ഡീമെറിറ്റ്സ് എന്താണെന്ന് അറിയാമല്ലോ. ഏതൊരു തിയറി അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിനൊരു മെറിറ്റും ഡീമെറിറ്റും, നല്ല വശവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവൊക്കെ ഉണ്ടാവില്ല. അപ്പം ബോർ മോഡലിനുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോർ മോഡലിന് എന്തൊക്കെയാണ്, ബോർ മോഡൽ വന്നതിന് ശേഷം അത് എന്തുകൊണ്ടാണ് വേറെ പുതിയ തിയറി വേണം, ബോർ മോഡലിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണമായ കുറേ പോയിന്റ്സ് ഉണ്ട്. അതിൽ ചില പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് ശരിക്കും നിങ്ങൾ ഡീറ്റെയിലായിട്ട് പ്ലസ് പണി പഠിക്കും. മെയിൻലി ബോർ മോഡലിലാണെങ്കിൽ പിന്നെ ആറ്റംസ് എങ്ങനെ ചേർന്ന് മോളിക്യൂൾസ് ആവുന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബോർ മോഡലിന്. ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറയും, അത് ഒരിക്കലും പറയാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ വേവ് നാച്ചർ, മാറ്ററിൻ്റെ വേവ് നാച്ചർ പറയാൻ പറ്റിയില്ല. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോർ മോഡൽ പിന്നെ ഈ ഷെല്ലുകൾക്കുള്ളിൽ സബ് ഷെല്ലിൻ്റെ കാര്യം നിങ്ങൾ പഠിക്കും ഈ ചാപ്റ്ററിൽ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം എന്തിനുള്ളായിരുന്നു? ഇതിനുള്ളിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ ഷെല്ലിനുള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. അതുപോലെ തന്നെ എൽ ഷെല്ലിനുള്ളിലും സബ് ഷെല്ലുണ്ട്, എമ്മിനുള്ളിലും സബ് ഷെല്ലുണ്ട്, എന്നിനുള്ളിലും സബ് ഷെല്ലുണ്ട്. അപ്പോൾ ഈ സബ് ഷെല്ല് എന്ന് പറയുന്ന സംഭവം ബോർ മോഡൽ പറഞ്ഞിട്ടില്ല. അത് പറയാണ്ട് വന്നപ്പോൾ ചില എലമെൻസിൻ്റെ കാര്യം വന്നപ്പോൾ പ്രശ്നം വന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമ്മൾ KLMN എഴുതുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ സബ് ഷെൽ എന്ന് പറയുന്ന കാര്യത്തിലോട്ട് എത്തുന്നത്. നിങ്ങൾ ആ കോൺസെപ്റ്റൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർ മോഡൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പിന്നെ അതുപോലുള്ള അതേ സ്വഭാവമുള്ള ആറ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് ബോർ മോഡൽ പറഞ്ഞേക്കണേ. അപ്പം മറ്റ് എലമെൻസിൻ്റെ സ്പെക്ട്രം ഒന്നും ബോർ മോഡലിന് പറയാൻ പറ്റിയിട്ടില്ല. അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്.
പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ്, അങ്ങനെ സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ 2 എഫക്റ്റ് ഉണ്ട്. അതുമൊക്കെ ഈ ബോർ മോഡലിന് പറയാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ് ആണ്. നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ബോർ മോഡൽ പറഞ്ഞ ഈ കാര്യം, അതായത് ന്യൂക്ലിയസ് നിന്ന് അകന്ന് പോകും തോറും അവിടെ അകന്നകന്ന് പോകുമ്പോൾ അവിടെയുള്ള ഷെല്ലുകളിൽ ഉള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിനോടുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരുന്നുള്ളതും, അതുപോലെ തന്നെ ഏറ്റവും ന്യൂക്ലിയസിന് അകന്ന് പോകും തോറും പുറത്തോട്ട് വരുന്ന ഷെല്ലുകളിലിരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കൂടുതലാണെന്നുള്ള ഈ 2 കാര്യമാണ് ബോർ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോവാം. ഈ ചാപ്റ്റർ ഓർഗനൈസ് ചെയ്തേക്കുന്നത് വളരെ ഹെൽപ്ഫുൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റ് നല്ല നീറ്റായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, you may have the same curiosity as that of the child when you have read about the structure of the atom. The scientific community has developed this concept about an atom through many experiments and assumptions. You know that the periodic table, in which there is a comprehensive classification of elements, is based on atomic structure. അപ്പോൾ ഈ കുട്ടിയെ പോലെ നിങ്ങൾക്കും പല ഡൗട്ട്സും വന്നിട്ടുണ്ടല്ലോ എന്നാണ് ഇത് ചോദിക്കണേ. പിന്നെ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ എന്തോന്നറിയോ, നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ സയൻറ്റിസ്റ്റുകളെല്ലാം ഓരോ തിയറീസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ അങ്ങനെ തന്നെ ഇരിക്കുകയല്ല, പിന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിനും കാലാകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൽ നമ്മൾ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്താണ്, നമ്മൾ എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യണേ? പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രൂപ്പുകളായിട്ടും പീരീഡ്സ് ആയിട്ടും ഒക്കെ എലിമെന്റ്സിനെ വെച്ചിരിക്കുവാണ്. അതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ, പീരിയോഡിക് ടേബിളിലെ താഴെയുള്ള കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയണത്. അതുപോലെ പീരീഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോസിനെയാണ് പീരീഡ്സ് എന്ന് പറയണത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആറ്റംസിനെ പല പൊസിഷനിലൊക്കെ വെച്ചിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണല്ലേ. അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ എലിമെൻസിനെയും പീരിയോഡിക് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇഫ് യു നോ ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലിമെൻറ്റ് യു ക്യാൻ ഡിറ്റർമിൻ പൊസിഷൻ ആൻഡ് നാച്ചർ ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇപ്പോൾ നമുക്കൊരു എലിമെൻറ്റിൻ്റെ, ഒരു പർട്ടിക്കുലർ എലിമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അറ്റോമിക് നമ്പർ മാത്രം വെച്ചിട്ട് ഈ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് ഈ ഒരു അറ്റോമിക് നമ്പറുള്ള എലിമെൻറ്റ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിരിക്കുന്നത് ആരുടെയാ, സോഡിയം എന്നെ നമ്മൾ അതിൻ്റെ സിമ്പിൾ എഴുതുന്ന, കെമിക്കൽ സിമ്പിൾ എഴുതുന്ന സോഡിയം, അതിൻ്റെ അറ്റോമിക് നമ്പർ 11, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തുവാ, 281. ഇതെങ്ങനെയാണ് കിട്ടിയേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. ഇപ്പോൾ കെ ഷെല്ലിന് നമ്മളിപ്പോൾ നേരത്തെ ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞു, KLMN ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിൽ കെ ഷെല്ലിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2, 2. അതുപോലെ തന്നെ എൽ ഷെല്ലിന് മാക്സിമം 8 ഇലക്ട്രോണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എം ഷെല്ലിന് മാക്സിമം 18. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന എൻ ഷെല്ലിന് 36 ഇലക്ട്രോൺസിനെയും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഷെല്ലിന് എത്ര വലിയ ഷെല്ലാണെങ്കിലും അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാണാതൊന്നും പഠിക്കേണ്ട, അതിൻ്റെ ഫോർമുല 2n² ആണ്. 2n² എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ഷെല്ല് K 2 × 1² അതുകൊണ്ട് 2 × ഫസ്റ്റ് ഷെല്ലായതുകൊണ്ട് 1² അപ്പം നമുക്ക് എത്രയാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 2 കിട്ടി. അതുപോലെ രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ല് വരുമ്പോഴത്തേക്കും 2 × 2² അങ്ങനെ ആകുമ്പോഴത്തേക്കും 8 ഇലക്ട്രോൺ എന്ന് കിട്ടി. ഇനി ഞാൻ പറയുന്നത് മാക്സിമം, അതായത് ഒരു ഷെല്ലിൽ മാക്സിമം നമുക്ക് ഇത്ര ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? മൂന്നാമത്തെ ഷെല്ലല്ലേ, അപ്പോൾ ഫോർമുല എങ്ങനെ മാറും? 2 × 3². കാരണം ഫോർമുല എന്താ, 2n² ആണ്. അപ്പം 2 × 3². 3² എന്ന് പറയണത് എന്തുവാ? 3² 9, 9 × 2 18. അതുപോലെയാണ് നമ്മൾ ലാസ്റ്റ് എൻ ഷെല്ലിനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സോഡിയത്തിൻ്റെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ 281 എന്ന് വന്നു. ഇതെങ്ങനെയാ? 11 അറ്റോമിക് നമ്പർ. ആദ്യം നമ്മൾ കെ ഷെല്ലിൽ എത്ര മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുക? 2 കൊടുത്തു. 2 കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കി എത്രയുണ്ട്?
9 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം. 9 ഇലക്ട്രോണിനെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? അടുത്ത ഷെല്ലോട്ട് പോകണം അല്ലേ. അപ്പോൾ എൽ ഷെല്ലാകുമ്പം ആകെ നമുക്ക് 8 എണ്ണത്തിനെ വെക്കാൻ പറ്റും. ഇപ്പോൾ എത്രയായി? 8 വെച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം 10ആയി. ഇനി ഒരു ഇലക്ട്രോണിനെ കൂടെ ഫില്ല് ചെയ്യണം. അപ്പോൾ എന്തുവാ, അടുത്ത് നമുക്ക് എം ഷെല്ലിലേക്ക് പോകണം. എം ഷെല്ലിന് മാക്സിമം 18 ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും. പക്ഷെ നമുക്കിവിടെ ഒരെണ്ണം ബാക്കി വരുന്ന ആ ഒരെണ്ണം കൂടെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 11 കംപ്ലീറ്റ് ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് 281 എന്നുള്ള ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്? ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എലിമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറിൽ നിന്ന് ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ആ എലിമെൻറ്റ് പീരിയോഡിക് ടേബിളിൽ എവിടെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ആ ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, കുഞ്ഞു ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി 8th പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മ പുതുക്കലാണ് ഇവിടെ. ഇപ്പോൾ 281. ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്തുവാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും പുറത്തെ ഷെൽ. ഇവിടെ ഏറ്റവും പുറത്തെ ഷെല്ല് ഏതാ? നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലെന്ന് പറയുന്നത് എം ഷെല്ലാണ്. എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് സോഡിയത്തിനെ സംബന്ധിച്ച്? ഒരെണ്ണം, അതായത് 281. ഏറ്റവും പുറത്തെ ഷെല്ലെന്ന് പറയുന്നത് എം ആണ്. എമ്മിൽ ഒരു ഇലക്ട്രോണാണ് നമുക്ക് സോഡിയത്തിനുള്ളത്. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയണത് 1 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഈ സോഡിയം വരുന്നത്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എന്തുവാ? എത്ര ഷെല്ലുണ്ടെന്നുള്ളതാണ് പീരീഡ് നമ്പർ. ഇപ്പോൾ ഇവിടെ എത്ര ഷെല്ലുണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് 281. അപ്പോൾ എത്ര? ആദ്യത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എന്തുവാണ്? പീരീഡ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഏറ്റവും പുറത്ത് വരുന്ന നമ്പർ, ഏറ്റവും ബാലൻസ് ഷെല്ലിൽ, അതായത് ഏറ്റവും ഔട്ടർ ഷെല്ലിൽ വരുന്ന ആ ഷെല്ലിലെ നമ്പറാണ് ഗ്രൂപ്പ് നമ്പർ ആകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ആണ്, അതുകൊണ്ട് ഫസ്റ്റ് വന്നു. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര ഷെല്ലുണ്ടാവും അതിനെയാണ് നമ്മൾ പീരീഡ് നമ്പർ എന്ന് പറയണേ. ഓക്കെ, the classification in this table is done in such a way that we can analyze and predict the properties of elements. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് വെറും ഒരു ടേബിളൊന്നുമല്ല, ചുമ്മാതൊന്നുമല്ല ഈ എലിമെൻസിനെ എങ്ങനെ വെച്ചേക്കണേ കേട്ടോ. അതൊന്ന് വെച്ചിട്ട് നമുക്ക് പീരിയോഡിക് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിരിക്കുന്ന, ഒരു പർട്ടിക്കുലർ സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരേ സ്വഭാവമായിരിക്കും. ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരുപോലുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഫ്രണ്ട്സായിട്ട് വരിക. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഫ്രണ്ട്സാക്കി ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ട് ചേരുന്ന എന്തെങ്കിലും സ്വഭാവം അയാൾക്ക് ഉണ്ടാവണമല്ലോ, അങ്ങനെയല്ലേ ഫ്രണ്ട്സ് ആക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ എലിമെൻസും പീരിയോഡിക് ടേബിളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഈ പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറേ എലിമെൻസിൻ്റെ പ്രോപ്പർട്ടി ഇതാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. പക്ഷേ അത്രയും കുറേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +1 കെമിസ്ട്രി സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സയൻസ് ബാച്ചാണ് എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കും. ഓരോ ബാച്ചായിട്ട് തന്നെ പഠിക്കും. അതായത് ഇത്ര പാർട്ടിലിരിക്കുന്ന ആ എലിമെൻസിൻ്റെ പ്രത്യേകത, P ബ്ലോക്ക്, S ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് വറിയൊന്നും ചെയ്യേണ്ട, നോ വറീസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പീരിയോഡിക് ടേബിളിൽ ഈ എലിമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേ എലിമെൻസിന് ഒരു പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ചില എലിമെൻസിനെ ചില പോർഷനിൽ ഒരുമിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ എലിമെൻസിൻ്റെ തന്നെ പല സ്വഭാവങ്ങളും വരുന്നത് അതിൻ്റെ ആറ്റോമിക് സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ചില എലിമെൻസിനാണെങ്കിൽ ഏറ്റവും പുറത്ത് ഷെല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺ കാണും, ചിലതിനാണെങ്കിൽ 1 ഇലക്ട്രോൺ കാണും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു കോമൺ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് സ്വഭാവങ്ങൾ ഒരുപോലെയൊക്കെ വരാം. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലാണെങ്കിൽ ഈ എലിമെൻറ്റ്സ് ഒരുമിച്ച് വെച്ചേക്കണം. ഓക്കെ, let's see how the latest knowledge about an atom and periodic table are related. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. You have learned about various atom models. According to Bohr model, in an atom, electrons are arranged in various shells around the nucleus and they are filled in increasing order of energy. അപ്പോൾ നമ്മൾ ബോർ മോഡലിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞേക്കുവാണ്. ഞാൻ ആദ്യം തന്നെ ബോർ മോഡലിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. ബോർ മോഡൽ അനുസരിച്ചിട്ട് ന്യൂക്ലിയസിൽ നിന്ന്
പുറത്ത് പോകുമ്പോൾ, അതായത് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസിന്, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കുറവും ന്യൂക്ലിയസിനോട് അട്രാക്ഷൻ കൂടുതലുമായിരിക്കും. അതേസമയം ഏറ്റവും പുറത്തുള്ള ഷെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിന് ഭയങ്കര എനർജി കൂടുതലായിരിക്കും, പക്ഷേ ന്യൂക്ലിയസ് എന്നുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലിത്തിയം ആണ് തന്നേക്കുന്നത്. ലൈക്ക് ദിസ് റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ആൻഡ് ആർഗൺ കംപ്ലീറ്റ് ടേബിൾ. ഓക്കെ, ലിത്തിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് 3 കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? കെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബാക്കി 1 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അത് എവിടെ എങ്ങോട്ട് പോവും? തൊട്ടടുത്ത ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിലേക്ക് പോവും. അങ്ങനെ ആകും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-1 എന്ന് വരും. കണ്ടല്ലോ, 2-1 കൊടുത്തേക്കണേ. അതുപോലെ 2 എലിമെന്റ്സ് വേറെ തന്നിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാ പറഞ്ഞേക്കണേ. ഏതൊക്കെ എലിമെന്റ്സ്? സോഡിയം Na, അതിന്റെ അറ്റോമിക് നമ്പർ 11 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർഗൺ തന്നിട്ടുണ്ട്, ആർഗന്റെ അറ്റോമിക് നമ്പർ 18 തന്നിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി ആയിട്ട് അങ്ങ് ചെയ്താലോ. അപ്പം ആദ്യം സോഡിയം 11 അതിന്റെ അറ്റോമിക് നമ്പർ 11. അപ്പം നമുക്ക് കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും ആയിട്ട് ഇത് ഫില്ല് ചെയ്യാം. ആദ്യം നമ്മുടെ കെ ഷെല്ലിന് 2 ഇലക്ട്രോൺ അങ്ങ് കൊടുത്തു. മാക്സിമം നമ്മുടെ കെ ഷെല്ലിന് 2 എണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 എണ്ണം കൊടുത്തു. 11-ൽ 2 കെ ഷെല്ലിന് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 9 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങോട്ടൊക്കെ കൊടുക്കണം? എല്ലിലോട്ടും എമ്മിനോട്ടും കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കെ ഷെല്ലിൽ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ എൽ ഷെല്ലിലായിരിക്കും കൊടുക്കുക. എൽ ഷെല്ലിൽ മാക്സിമം 8 എണ്ണം വെക്കാൻ പറ്റും, അതുകൊണ്ട് നമ്മൾ 8ഉം അങ്ങ് കൊടുത്തു. ഇപ്പോൾ 2ഉം 8ഉം ആയി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ എവിടെ ഫില്ല് ചെയ്യും? എം ഷെല്ലിൽ ഫില്ല് ചെയ്യും. എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺ ഇരിക്കും, പക്ഷെ ഒരെണ്ണം ഇവിടെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒന്ന് വെച്ച് അങ്ങ് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആർഗണിൻ്റെ കേസാണ്. ആർഗണിന് 18 അറ്റോമിക് നമ്പർ. അപ്പം നമ്മൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വെച്ചു. കെ ഷെല്ലിന് മാക്സിമം 2 ആണേ പറ്റുന്നത്, അതുകൊണ്ട് 2 എണ്ണം വെച്ചു. ബാക്കി എത്ര വരും? അത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കണം. 2 എണ്ണം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി 16 ഇലക്ട്രോണിനെ എല്ലിലും എമ്മിനുമായിട്ട് കൊടുക്കണം. അപ്പോൾ കെ കഴിഞ്ഞ് നമ്മൾ എല്ലിലോട്ടാണ് പോകുന്നത്. എല്ലിന് മാക്സിമം എത്ര പറ്റും? 8 പറ്റും. അപ്പോൾ നമ്മൾ ഈ 16 ബാക്കി കൊടുക്കേണ്ടതിൽ 8നെ എടുത്ത് എൽ ഷെല്ലി വെച്ചു. അപ്പോൾ 10 ആയോ? കെയിലും എല്ലിലും കൂടെ മൊത്തം 10 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 8 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. ആ 8 ഇലക്ട്രോണ് നമുക്ക് എവിടെ വെച്ച് കൊടുക്കാം? എം ഷെല്ലി വെച്ച് കൊടുക്കാം. എമ്മിൽ മാക്സിമം 18 എണ്ണത്തിന് വെക്കാൻ പറ്റൂലേ? അപ്പോൾ ഇവിടെ 8 എണ്ണം അല്ലേ ഉള്ളൂ, നമുക്ക് 8 എണ്ണം ഈസി ആയിട്ട് എമ്മിൽ വെക്കാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 8. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ എത്ര വരും? 8 ഇലക്ട്രോൺ. അങ്ങനെ വരും. ഓക്കെ. How many electrons are present in the M shell, the outermost shell of argon? ആർഗണിന്റെ എം ഷെല്ല്, ആർഗണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ആർഗണിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പുറത്തുള്ള ഷെല്ല് ഏതാണ്? എം ഷെല്ലാണ്. അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി 8 ഇലക്ട്രോൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ എം ഷെൽ? എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് ആർഗണിനുള്ളത്, പക്ഷേ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നമുക്ക് മാക്സിമം വെക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. പരമാവധി നമുക്ക് 18 ഇലക്ട്രോൺ വരെ നമുക്ക് എം ഷെല്ലിൽ വെക്കാൻ പറ്റും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആർഗൺ 18 ആയിരുന്നു അറ്റോമിക് നമ്പർ, പൊട്ടാസ്യം ഒരു നമ്പറും കൂടെ കൂടി 19 അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ ഈ പൊട്ടാസ്യത്തിനെ ആണെങ്കിൽ ആർഗണിന്റെ അടുത്തുള്ള ഒരു എലമെന്റ് ആണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ 2881 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഇപ്പം നോക്കിയേ 2881. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇവർ ഫില്ല് ചെയ്തേക്കുന്നത് നോക്കിയേ. 19 അറ്റോമിക് നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ കെ ഷെല്ലിൽ 2 എണ്ണം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബാക്കി എൽ ഷെല്ലിൽ 8 മാക്സിമം പറ്റും, 8 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എം ഷെല്ലിന് മാക്സിമം 18 എണ്ണത്തിനെ ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ ഇവിടെ 8 കൊടുത്തിട്ടുള്ളൂ, 8 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം മൊത്തം 19 അറ്റോമിക് നമ്പർ. 19 നമ്മൾ ഈ ഷെല്ലുകളിൽ വീതിച്ച് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം കെ ഷെല്ലിൽ 2 കൊടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം എൽ ഷെല്ലിൽ 8 കൊടുത്തു, 10 ആയി. ഇനി അത് കഴിഞ്ഞിട്ട് 9 കൂടെ ബാക്കിയുണ്ട്. അതെന്തുകൊണ്ട് എം ഷെല്ലിന് മൊത്തം അങ്ങെടുത്ത് കൊടുത്തില്ല? എം ഷെല്ലിൽ 18 ആൾക്കാരെ ഇരുത്താൻ പറ്റുമല്ലോ, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ ബാക്കി വരുന്ന 9നെയും എം ഷെല്ലിന് കൊടുത്തില്ല? ഇവിടെ അങ്ങനെ കൊടുക്കാണ്ട് 8 എണ്ണം മാത്രം എം ഷെല്ലിന് കൊടുത്തിട്ട് പിന്നെയും ബാക്കി വരുന്ന ഒരെണ്ണത്തിന് എൻ ഷെല്ലിലോട്ട് കൊടുത്തേക്കുന്നു. കാര്യം പിടികിട്ടിയോ? അതെന്താന്ന് ആ ടെക്സ്റ്റ് ചോദിച്ചേക്കണേ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് സബ്ഷെൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ്.
നിങ്ങൾ ഇതുവരെ ഷെല്ല് മാത്രമാണ് പഠിച്ചേക്കുന്നത്, KLMN ഷെല്ലുകളെ കുറിച്ച്. ഇനി ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഷെല്ലുകൾക്കുള്ളിൽ വേറെ ഷെല്ലുണ്ട്, ആ ഒരു കോൺസെപ്റ്റിലോട്ട് നിങ്ങൾ എത്താൻ പോവാണ്. You've seen the anxiety expressed by the child given in the introductory picture. You've also learned that the studies related to the atomic structure progressing continuously. Bohr model is a simple explanation of atomic structure. Studies related to nature and position of electrons in an atom reveal the limitations of Bohr model and new assumptions are postulated. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രൊഡക്ടറി പിക്ചർ കണ്ടായിരുന്നു. അപ്പോൾ അത് ആ കുട്ടിയുടെ ഒരു എന്താ കുട്ടി ചിന്തിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് പറഞ്ഞായിരുന്നു. ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ സയൻസ് ഒരിക്കലും ഒരു തിയറി അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുന്നതല്ല. എപ്പോഴും അതിനെക്കുറിച്ച് പിന്നെ മോഡിഫിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു തിയറി അല്ലെങ്കിൽ നമ്മളൊരു സാധനം കണ്ടുപിടിച്ചു, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എങ്ങനെ ഉണ്ടാക്കാം, ഇതിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് എങ്ങനെ പുതിയതായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പല തിയറീസും കുറേ കഴിയുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ ആകുമ്പോൾ അതിനെ പഠിച്ച് പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ബോർ മോഡൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ ആയിരുന്നു. പിന്നീട് വന്ന പല പഠനങ്ങളും കാരണം മനസ്സിലായി ബോർ മോഡലിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്, ഇലക്ട്രോൺസ് ഓരോ എനർജി ലെവലിലും, അതായത് എനർജി ലെവൽ എന്ന് ഉദ്ദേശിക്കുന്ന ഷെല്ലിൽ ആണല്ലോ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഷെല്ലിലെ സബ് ഷെല്ലിനകത്ത്, ഷെല്ലുകൾക്കുള്ളിലെ സബ് ഷെല്ലുകൾക്കകത്താണ് ഈ ഇലക്ട്രോൺസ് ഇരിക്കണേ. ഓക്കെ, ഓരോ സബ് ഷെല്ലുകളും നമുക്ക് എങ്ങനെ, ഓരോ ഷെല്ലിനകത്തും സബ് ഷെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സബ് ഷെല്ലുകളുടെ പേരെന്ന് പറയുന്നത് SPDF എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരു സബ് ഷെല്ലിൻ്റെ പേര് S, ഒരു സബ് ഷെല്ലിൻ്റെ പേര് P, ഒരു സബ് ഷെല്ലിൻ്റെ പേര് D, ഒരു സബ് ഷെല്ലിൻ്റെ പേര് F, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഓരോ മെയിൻ എനർജി ലെവൽ, അപ്പോൾ K ഒഴികെയുള്ള എല്ലാ ഷെല്ലുകൾക്കും, K ഷെല്ല് ഒഴികെ ബാക്കി എല്ലാ ഷെല്ലുകൾക്കും ഒന്നിൽ കൂടുതൽ സബ് ഷെല്ലുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ K ഷെല്ല്, ഫസ്റ്റ് ഷെല്ലാണ് K ഷെല്ലിൽ ഉണ്ടാവുക ഒരു സബ് ഷെല്ലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഷെല്ല് ഏതാ, L ഷെല്ലിൽ 2 സബ് ഷെൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന M ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിൽ 3 സബ് ഷെൽ ഉണ്ടായിരിക്കും. നാലാമത്തെ ഷെല്ലായിട്ടുള്ള N ഷെല്ലിൽ അപ്പോൾ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും, 4 സബ് ഷെൽ ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലായല്ലോ ഓരോ ഷെല്ലിലും. ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള K ഷെല്ലിൽ ഒരു ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള L ഷെല്ലിൽ 2 സബ് ഷെൽ, മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിൽ 3 സബ് ഷെൽ, നാലാമത്തെ ഷെല്ലായിട്ടുള്ള N ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും, അപ്പോൾ 4 സബ് ഷെൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സബ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, ഷെല്ലിൻ്റെ നമ്പർ. അതായത് ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ അതിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഷെല്ലായിട്ടുള്ള എല്ലിലാണെങ്കിൽ 2 സബ് ഷെൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സബ് ഷെൽസ് ഇൻ M ഷെൽ ആൻഡ് N ഷെൽ. M ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും, Nൽ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. M ഷെൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ്, മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ അതിൽ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും, 3 സബ് ഷെൽ ഉണ്ടായിരിക്കും. അതുപോലെ N ഷെൽ എത്ര, നാലാമത്തെ ഷെല്ലാണ്. അപ്പോൾ അതിൽ എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും, 4 സബ് ഷെൽ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പറയുന്നുണ്ട് ഷെൽ നമ്പർ 1 സബ് ഷെൽ എന്താ, S ആണ്. ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള Kയിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏതായിരിക്കും, ആദ്യത്തെ സബ് ഷെല്ലായിട്ടുള്ള S ആയിരിക്കും അതിൽ വരുന്നത്. അതേസമയം രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള Lൽ 2 സബ് ഷെൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 2 സബ് ഷെൽ ആകുമ്പോഴത്തേക്ക് ആരും കൂടെ വരും, Pയും കൂടെ വരും, Sഉം Pയും. മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള Mൽ 3 സബ് ഷെൽ ഉണ്ട്. അപ്പം ആരായിരിക്കും ഇവിടെ കൂടുതൽ വരുന്നത്, D. അപ്പം മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള Mൻ്റെ 3 സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ SPD. അത് കഴിഞ്ഞ് നാലാമത്തെ ഷെല്ലായിട്ടുള്ള Nന് ഒരാളും കൂടെ കൂടുതൽ വരും, അതാരാ, F. അപ്പം നാലാമത്തെ ഷെല്ലായിട്ടുള്ള N ഷെല്ലിന് 4 സബ് ഷെല്ലുണ്ട്, അത് SPDF എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള Kക്ക് ഒരു സബ് ഷെല്ലുണ്ട്, അത് S ആണ്. അതേപോലെ രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള Lന് 2 സബ് ഷെല്ലുണ്ട്, അത് Sഉം Pയും ആണ്. അതുപോലെ മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള Mന് 3 സബ് ഷെല്ലുണ്ട്, അത് SPD ആണ്. നാലാമത്തെ ഷെല്ലായിട്ടുള്ള Nന് 4 സബ് ഷെൽസ് ഉണ്ട്, SPDF എന്നിവയാണ് അവ. ഓക്കെ, ഏത് സബ് ഷെല്ലാണ് എല്ലാ ഷെല്ലിനും ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണെന്ന് പറഞ്ഞേ, എളുപ്പമല്ലേ പറയാൻ. S സബ് ഷെല്ല് നോക്കിക്കേ, എല്ലാ ഷെല്ലിലും ഉണ്ട്. Kക്ക് നോക്കിയാൽ S ഉണ്ട്, L ഷെല്ലിന് നോക്കിയാൽ S ഉണ്ട്, അതുപോലെ തന്നെ M ഷെല്ലിന് നോക്കിയാലും S ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് N ഷെല്ലിന് നോക്കിയാലും S സബ് ഷെല്ലുണ്ട്. ഓക്കെ,
ഇനി ഒരു പ്രശ്നം വരികയാണ്. വലിയ പ്രശ്നമൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കാര്യമാണ്. ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ഷെൽ ഇൻ വിച്ച് ഈ സബ് ഷെൽ ബിലോങ്സ് ടു? അപ്പം നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പം എസ് സബ് ഷെല്ല് എല്ലാ ഷെല്ലിനും കോമൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ലാണോ ഈ എസ്, രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലാണോ ഈ എസ്? നമുക്ക് തന്നിട്ടുള്ള ഒരു സബ് ഷെല്ല് എസ്, ആ ഒരു സബ് ഷെല്ല് ഏത് ഷെല്ലിൻ്റെ സബ് ഷെല്ലായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് 4 ഷെല്ലില്ലേ, അതായത് KLMN ഉണ്ട്. അപ്പം ഇതിൽ ഏതിൻ്റെ സബ് ഷെല്ലായിരിക്കും നമുക്ക് തന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. വെറുതെ എസ് എന്ന് എഴുതിയ ഒരു സബ് ഷെൽ എസ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം അതിനു വേണ്ടി നമുക്കൊക്കെ ഓരോ പേരുള്ള പോലെ, നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ പേരുള്ള പോലെ ഇവിടെയും ഒരു ചെറിയൊരു നെയിമിങ് സിമ്പിൾ കൊടുക്കുകയാണ് ചെയ്യണേ. ഇപ്പം 1S എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് വായിക്കുന്ന 1S എന്നാണ് വായിക്കണേ. 1S എന്ന് പറഞ്ഞാൽ അർത്ഥം ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള K, അതിൻ്റെ സബ് ഷെല്ലായ എസ് എന്നാണ് അർത്ഥം. 2S എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, രണ്ടാമത്തെ സബ് ഷെല്ലായിട്ടുള്ള L, അതിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ് എന്നാണ് അർത്ഥം. 3S എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ്. 4S എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അർത്ഥം എന്തുവാ, നാലാമത്തെ ഷെല്ലായിട്ടുള്ള എന്നിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ് എന്നാണ് അർത്ഥം. അപ്പം ഈ 1S 2S 3S 4S എന്ന് പറയുമ്പോൾ ഇവർ എസ് ആണ് സബ് ഷെല്ലെങ്കിലും ഇവരുടെ ഈ 1S എന്ന് പറയുന്നത് 2Sഉം സെയിം അല്ല. മനസ്സിലായല്ലോ. 1S എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെൽ എന്നാണ് എൻ്റെ അർത്ഥം, ഫസ്റ്റ് ഷെല്ലിൻ്റെ എസ് സബ് ഷെൽ എന്നർത്ഥം. 2S എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഷെല്ലിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ് എന്നർത്ഥം. 3S എന്ന് പറയുകയാണെങ്കിൽ തേർഡ് ഷെല്ലിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ് എന്നറിയണം. അതുപോലെ തന്നെ 4S എന്ന് പറയുകയാണെങ്കിൽ ഫോർത്ത് ഷെല്ലിൻ്റെ സബ് ഷെല്ലായിട്ടുള്ള എസ് എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇത്. 2P എന്ന് പറയുമ്പം എന്തുവാ, സെക്കൻഡ് ഷെല്ലിൻ്റെ സബ് ഷെൽ P എന്നാണ് അർത്ഥം. 3P എന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ലിൻ്റെ സബ് ഷെൽ P എന്നാണ് അർത്ഥം. 4P എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലിൻ്റെ സബ് ഷെൽ P എന്നാണ് അർത്ഥം. 1P എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, ഫസ്റ്റ് ഷെല്ലിന് എന്താ എസ് മാത്രമേ സബ് ഷെല്ലായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1P എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 1P എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഷെൽ നമ്പർ. ഓക്കെ, ഷെൽ നമ്പർ എല്ലാത്തിനും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ല്, സബ് ഷെൽ ഏതാ, ഫസ്റ്റ് ഷെല്ലിന് ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതേതാ, എസ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൻ്റെ എസ് സബ് ഷെൽ. അപ്പോൾ എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 1S. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഷെൽ നമ്പർ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സബ് ഷെല്ല് എസും പിയും തന്നിട്ടുണ്ട്. സെക്കൻഡ് ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക ഇത് 2S. എഴുതുന്നത് മനസ്സിലാകത്തില്ലായിരിക്കും ഇങ്ങനെ, പക്ഷെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. 2S. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഷെൽ നമ്പർ 2 സബ് ഷെല്ല് P, രണ്ടാമത്തെ ഷെല്ലിൻ്റെ P സബ് ഷെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 2P. ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിയുള്ള സംഭവം മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഷെല്ലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഷെൽ നമ്പർ 3. ഷെൽ നമ്പർ 3ൻ്റെ ഷെൽ നമ്പർ 3ൻ്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 3S എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് ഷെൽ നമ്പർ 3ൻ്റെ P സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 3P. ഷെൽ നമ്പർ 3ൻ്റെ D സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 3D. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഷെല്ലാണ്. ഫോർത്ത് ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 4S. അതുപോലെ ഫോർത്ത് ഷെല്ലിൻ്റെ P സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 4P. ഫോർത്ത് ഷെല്ലിൻ്റെ D ഷെല്ലിനെ നമ്മൾ എങ്ങനെ സബ് ഷെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 4D. അതവിടെ തന്നിട്ടുണ്ട്. ഫോർത്ത് ഷെല്ലിൻ്റെ F സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 4F. സംഗതി ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽ. ഇപ്പം നമ്മൾ ഓരോ ഷെല്ലിലും എത്ര സബ് ഷെൽ ഉണ്ടെന്ന് പഠിച്ചു. ഷെൽ നമ്പറിന് ഈക്വൽ ആയിരിക്കും, ഷെൽ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള എണ്ണം സബ് ഷെല്ലിൽ ഓരോ ഷെല്ലിലും ഉണ്ടായിരിക്കും. അത് പഠിച്ചു, അതൊക്കെ മനസ്സിലായല്ലോ. ഹാവൻറ്റ് യു ഫൗണ്ട് ഔട്ട് ദ ടേബിൾ വിച്ച് ഓൾ സബ് ഷെൽസ് ആർ പ്രസൻറ്റ്
ഈ ഷെൽ. ഏതൊക്കെ സബ് ഷെൽസ് ആണ് ഓരോ ഷെല്ലിലും ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, യു നോ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈ ഷെൽ, ദെൻ ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈ സബ് ഷെൽ. അപ്പം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ നമുക്ക് വെക്കാൻ പറ്റും, എൽ ഷെല്ലിൽ മാക്സിമം നമുക്ക് 8 ഇലക്ട്രോണിന് വെക്കാൻ പറ്റും, എം ഷെല്ലാണെങ്കിലോ 18, എൻ ഷെല്ലിൽ 36 പഠിച്ചു. ഇപ്പോൾ സംഗതി മാറിയില്ലേ? കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ വയ്ക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ശരിയാണെങ്കിലും ഇപ്പം ആരുകൂടെ വന്നു, ഷെല്ലിനകത്ത് സബ് ഷെല്ലുകൾക്കുള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോൺസ് വെക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതുവരെ നമ്മൾ എഴുതി വന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഷെല്ലുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതായത് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും, അത് കഴിഞ്ഞിട്ട് എൽ ഷെല്ലിലേക്ക് എത്ര പോവും, എം ഷെല്ലിലേക്ക് എത്ര പോവും, എൻ ഷെല്ലിലേക്ക് എത്ര പോവും, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി തൊട്ട് നമ്മൾ എഴുതാൻ പോകുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഒരു അറ്റോമിക് നമ്പർ തന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ സാധാരണ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത് ആ രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടി വരും. പക്ഷേ നിങ്ങൾ +1 ആയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആയിരിക്കില്ല. അവിടെ നിങ്ങൾക്ക് ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്രമേ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അവിടെ ഇത് ബേസ് ആണ്. ആ സമയത്ത് നിങ്ങൾ ഇലക്ട്രോണിക് അവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയില്ല സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് +1 ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ തറവാവും. അത്രയും നല്ല എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഗുണിക്കുക ഹരിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ബേസസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അങ്ങ് പോവും. ഓക്കെ, അത് ഷുവറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊക്കെ തോന്നും, പക്ഷെ അത്രയൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിക്കേ, ഇവിടെ ഷെൽ നമ്പർ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈ ഷെൽ. ഓക്കെ, ഫസ്റ്റ് ഷെൽ, ഈ ഒരു ടേബിൾ നല്ലൊരു ടേബിളാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട് അവർ. ഓക്കെ, ഷെൽ നമ്പർ, ഫസ്റ്റ് ഷെൽ നമ്പർ, ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കെ ഷെല്ലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച എന്താ, കെ ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അത് എസ് സബ് ഷെല്ലാണ്. അത് ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള കെയുടെ സബ് ഷെല്ലാണ് ആ എസ് എന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, 1s. അപ്പം 1s അപ്പോൾ നമുക്ക് എത്ര ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും, 2. കാരണം എന്താ, കെക്ക് മാക്സിമം കൊള്ളാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ്. കെയിൽ ആകെ ഉള്ളത് ഒരു സബ് ഷെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഷെല്ലിനുള്ളിലെ സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ആകെ ഒരു സബ് ഷെല്ല് മാത്രമേ കെയ്ക്കുള്ളൂ. അപ്പോൾ കെയുടെ 2 ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലോട്ടാവും പോകുന്നത്, ഫുള്ളായിട്ടും ഫസ്റ്റ് എസ് 1s തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അവിടെ വേറെ ഒരു കെയ്ക്ക് വേറെ സബ് ഷെല്ലൊന്നും ഇല്ല. കെയ്ക്ക് ആകെ ഉള്ളത് ആ ഒരു സബ് ഷെല്ല് മാത്രമാണ് എസ്, 1s. അപ്പം കെയിൽ ആകെ ഉണ്ടാകുന്നത് 2 ഇലക്ട്രോൺ, അത് 1sലേക്ക് പോകും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈ സബ് ഷെൽ എന്ന് പറയണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമത്തെ ഷെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഷെല്ലാണ്, എൽ ഷെല്ലിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ, 2 സബ് ഷെൽ ഉണ്ടാവും, എസും പിയും. അപ്പം അത് രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെൽ ആയതുകൊണ്ട് നമ്മൾ 2s 2p എന്ന് പറയും. അപ്പം നമുക്ക് 8 മാക്സിമം അതിൽ വെക്കാൻ പറ്റും. അപ്പം 2 സബ് ഷെല്ലുണ്ട്. ഈ രണ്ടാമത്തെ സബ് ഷെല്ലായിട്ടുള്ള എല്ലിൽ 2 സബ് ഷെല്ലുണ്ട്, ഒരു എസും ഒരു പിയും ഉണ്ട്. അപ്പം ഇതിൽ എത്ര നമുക്ക് മാക്സിമം ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. കൺഫ്യൂഷനൊന്നും ആവണ്ട. എസ്സിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് 2 ആണ്. ഓക്കെ, എസ്സിൽ നമുക്ക് 2 ആണ് മാക്സിമം വെക്കാൻ പറ്റുന്നത്. ഏത് എസ് ആണെങ്കിലും ഇപ്പം 2 മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ എൽ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിൽ നമ്മൾ 2 വെച്ച് കൊടുത്തു. ബാക്കി എൽ ഷെല്ലിൽ ആകെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് 8 ആണ്. അപ്പം നമ്മൾ എൽ ഷെല്ലിൻ്റെ എസ്സിലേക്ക് നമ്മൾ 2 കൊടുത്തു. അപ്പോൾ എൽ ഷെല്ലിൻ്റെ പിയിലേക്ക് എത്ര വരും, ബാക്കി 6 എന്ന് എഴുതിയത് നിങ്ങൾക്ക് കറക്റ്റാവും തോന്നുന്നില്ല. 6 കാണാൻ പറ്റുന്നുണ്ടോ, 6 ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പം 6 2 കൂടെ ആയപ്പോഴത്തേക്കും ഈ 2ഉം 6ഉം കൂടെ ആയപ്പോഴത്തേക്കും എന്തുവായി, 8 ആയില്ലേ. അത് കഴിഞ്ഞിട്ട് 3 ഷെൽ നമ്പർ 3
തേർഡ് ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ എം ഷെല്ലാണ്. എം ഷെല്ലിൽ ആകെ 18 ഇലക്ട്രോൺസ് ഇരിക്കും. പക്ഷേ എം ഷെല്ലിൽ 3 സബ് ഷെല്ലുണ്ട്, എസും പിയും ഡിയും ഉണ്ട്. അപ്പോൾ ആകെയുള്ള ഈ 18 ഇലക്ട്രോണ് ഈ 3 ഷെല്ലിനായിട്ട് 3 സബ് ഷെല്ലുകൾക്കായിട്ട് നമ്മുടെ എം ഷെല്ലിന് വീതിച്ച് കൊടുക്കണം. അപ്പം ആദ്യം നമ്മൾ എസിലേക്ക് കൊടുത്തു. എസിൽ 2 ആയിരിക്കും. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഏതൊരു ഷെല്ലിൻ്റെ എസിനാണെങ്കിലും അതിൽ മാക്സിമം ഇലക്ട്രോൺ ഇരിക്കുക 2 ആണ്. അത് കഴിഞ്ഞിട്ട് പിയിൽ 6 ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചതാണ്. പിയിൽ 6. ഇപ്പോൾ എത്ര 8 ആയിട്ടുണ്ട്, ബാക്കി 10. ഇപ്പോൾ ഡിയിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയെന്ന് വെച്ചാൽ 10 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ മൊത്തം ആയപ്പോൾ 18 ആയില്ലേ? എല്ലാം കൂടെ ആയപ്പോൾ 18 ആയില്ലേ? ഓക്കെ, അത് മനസ്സിലായി. ഇനി 4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലെന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. എൻ ഷെല്ലിൽ 4 സബ് ഷെല്ലുണ്ട്, 4s, 4p, 4d, 4f. അപ്പം ഈ 4 ആൾക്കാരെയും കൂടെ ചേരുമ്പോൾ ഉള്ള മൊത്തം ഇലക്ട്രോൺസ് പറയുന്നത് 32 ആണ്. അതായത് നമ്മുടെ എൻ ഷെല്ലിന് മാക്സിമം ഉള്ളത് 32 ഇലക്ട്രോൺ ആണ്. അത് ആ 32 ഇലക്ട്രോണിനെയും അതിലുള്ള സബ്ഷെല്ലായിട്ടുള്ള എസ്, പി, ഡി, എഫിനായിട്ട് വീതിച്ച് കൊടുക്കണം. അപ്പം 4s എന്ന് പറഞ്ഞേക്കണത് എന്താണെന്ന് അറിയാമല്ലോ. ഫോർത്ത് ഷെല്ലിൻ്റെ എസ് ആയതുകൊണ്ടാണ് 4s എന്ന് പറയുന്നത്. ഫോർത്ത് ഷെല്ലിൻ്റെ പി ആയതുകൊണ്ടാണ് 4p എന്ന് പറയുന്നത്. ഫോർത്ത് ഷെല്ലിൻ്റെ ഡി ആയതുകൊണ്ടാണ് 4d എന്ന് പറയുന്നത്. ഫോർത്ത് ഷെല്ലിൻ്റെ എഫ് ആയതുകൊണ്ട് 4f എന്ന് പറയണം. അപ്പം നമ്മളിവിടെ തന്നെ നേരത്തെയൊക്കെ പഠിച്ച പോലെ എസ്സിൽ മാക്സിമം 2 എണ്ണം ഇരിക്കും, 2 എണ്ണം ആയിട്ടുണ്ട്. പിയിൽ മാക്സിമം 6 എണ്ണം ഇരിക്കും, 6 ആയി. അപ്പം മൊത്തത്തിൽ 8, ഈ 2ഉം 6ഉം കൂടെ ആയപ്പോൾ 8. ഡിയിലിരിക്കുക 10 ആണ്, 10 ആയിട്ടുണ്ട്. അപ്പം മൊത്തം എത്ര? 18. ബാക്കി 4f വരുമ്പം 14. അപ്പം മനസ്സിലായല്ലോ. എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, അതുപോലെ തന്നെ എഫിൽ 14. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഏത് ഷെല്ലിൻ്റെയോ എസ് ആയിക്കോട്ടെ, അതിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഏത് ഷെല്ലിൻ്റെ പി ആയാലും അതിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺ 6 ആണ്. ഏത് ഷെല്ലിൻ്റെ ഡി ആയാലും അതിൽ മാക്സിമം 10 ഇലക്ട്രോൺ ഇരിക്കും. ഏത് ഷെല്ലിൻ്റെ എഫ് ആണെങ്കിലും അതിൽ മാക്സിമം 14 ഇലക്ട്രോൺ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഷെല്ല് KLMN എന്ന് പറഞ്ഞ ആ കാര്യം വിട്ടിട്ട് അതിനുള്ളിലെ സബ്ഷെല്ലുകൾക്കാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോണേ. What is the maximum number of electrons that can be accommodated in the S subshell? S subshell നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഓൾറെഡി നോക്കി. അതിൻ്റെ ആൻസർ എത്ര? 2. Among the 8 electrons in the second shell, 2 will be in the S subshell. അപ്പം നമ്മൾ സെക്കൻഡ് ഷെല്ല്, അതായത് എൽ ഷെല്ലിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ആ എൽ ഷെല്ലിൽ 2 സബ് ഷെല്ലില്ലേ, എസും പിയും. അതിൽ 2 ഇലക്ട്രോൺ എസ്സിലേക്ക് പോവും. എസ് എന്ന് പറഞ്ഞാൽ എസ്സിൽ, കാരണം എസ്സിൽ മാക്സിമം നമുക്ക് എസ് സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ വെക്കാൻ പറ്റുള്ളൂ. ബാക്കി എവിടെ പോവുക ചെയ്യണേ? വാട്ട് മേ ബി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് ടു ബി ഫിൽഡ് ഇൻ ദ പി സബ്ഷെൽ, ഫൈൻഡ് ഔട്ട് ബൈ കംപ്ലീറ്റിംഗ് ദ ടേബിൾ. അപ്പോൾ രണ്ടാമത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? 6. ഇതിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കണേ. You have seen the maximum number of electrons that can be accommodated in the S and P shells. Fill the columns regarding the third. ഇനി നമ്മൾ എന്താണെന്നറിയോ നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതെന്ന്. ഓക്കെ, ദി ഇലക്ട്രോൺസ് ഫിൽഡ് ഇൻ ഷെൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ എനർജി. കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും ഒക്കെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ലായി പോയത്? എനർജി കൂടിക്കൂടി വരുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ തന്നിട്ടുണ്ട്. കാർബണിനാണെങ്കിൽ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? കാർബൺ കെ ഷെല്ല് 2, അടുത്ത് എൽ ഷെല്ല് വരുമ്പോഴത്തേക്കും അവിടെ 4. അപ്പോൾ 2, 4 എന്നായിരിക്കും നമ്മൾ ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ദ ഫസ്റ്റ് 2 എലിമെന്റ്സ് ഓഫ് ഫിൽ ഇൻ ദ കെ ഷെൽ. ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ ഫില്ലായി, വിച്ച് ഹാസ് ദ ലോയസ്റ്റ് എനർജി, ആൻഡ് ദ റിമൈനിങ് 4 ഇലക്ട്രോൺസ് ഫിൽ ഇൻ ദ എൽ ഷെൽ, വിച്ച് ഹാസ് ഹയർ എനർജി. അപ്പം ഇതിപ്പോൾ 6 അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ഇലക്ട്രോൺ കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് ഇരിക്കാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ അത് കെ ഷെല്ലിൽ പോയിട്ടുണ്ട്. ബാക്കി 4 ഇലക്ട്രോൺസ് അടുത്ത ഹയർ എനർജി ലെവലായിട്ടുള്ള എൽ ഷെല്ലിൽ
ഫില്ലായി. അപ്പൊ മൊത്തത്തിൽ 6. ഓക്കെ. ലൈക്ക് വൈസ് വെൻ ദ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സബ് ഷെൽസ് ദേ ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ എനർജീസ് ഓഫ് സബ് ഷെൽ. ഇതുപോലെ തന്നെ സബ് ഷെൽസിന്റെ കേസ് എടുത്താലും SPDF സബ് ഷെൽസിന്റെ കേസ് SPDF സബ് ഷെൽസിന്റെ കേസ് എടുത്താലും ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ലാവുന്നത്? എനർജി കൂടി വരുന്നതിന്റെ ബേസിലാണ് ഫില്ലാവുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ പറയണത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമാണ് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക സാധാരണ KLMN ഷെല്ലുകളിൽ എങ്ങനെ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ബേസിൽ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലിലെ അതിലേക്ക് എങ്ങനെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എഴുതുക. ഓക്കെ. Then what will be the subshell wise electronic configuration of the carbon atom? Carbon atomത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് 2,4. ഇപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? K ഷെല്ല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. K ഷെല്ലിൽ നമുക്ക് ഒരു S സബ്ഷെല്ലിൽ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ആ ഒരൊറ്റ സബ്ഷെല്ലിൽ S സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആയിരിക്കുന്നത്? 2. അപ്പോൾ കാർബണിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ അതെങ്ങനെ വരും? 1s2. അതായത് K ഷെല്ലിന്റെ S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് പോയി. അടുത്ത് നമ്മുടെ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ K കഴിഞ്ഞ് L ഷെല്ലിലേക്ക് പോകും. L ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 2 സബ് ഷെല്ല്. അത് ഏതൊക്കെയാണ്? 2s അതുപോലെ 2p ആണുള്ളത്. 2s 2p കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതുവാണേ. 2s 2p. അപ്പോൾ കാർബണിന്റെ 2 ഇലക്ട്രോൺസ് K ഷെല്ലിന്റെ ഫസ്റ്റ് S സബ് ഷെല്ലിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി 4 ഇലക്ട്രോൺ എങ്ങടാ പോകുന്നത്? നമ്മുടെ അടുത്ത ഷെല്ലായിട്ടുള്ള L ഷെല്ലിന്റെ 2 സബ് ഷെൽസ് അതായത് 2s 2pയിലേക്കും പോകണം. ഇപ്പൊ ഇവിടെ എങ്ങനെയാ? എസ്സിൽ നമുക്ക് മാക്സിമം 2 കൊടുക്കാൻ പറ്റും. അപ്പം L ഷെല്ലിന്റെ S സബ് ഷെല്ലിൽ നമ്മൾ 2 കൊടുത്തു. അപ്പൊ ഇപ്പൊ മൊത്തം എത്രയായി? 1s2 2s2 കൂടെ ചേർന്ന് 4 ആയി. ഇനി അടുത്ത് ബാക്കി എത്ര ഇലക്ട്രോണിനും കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും? 2 ഇലക്ട്രോൺ. അതെവിടെ ആയിരിക്കും പോകുന്നത്? 2p. അപ്പൊ P സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 6 ആണ്. പക്ഷേ നമുക്കിവിടെ 2 മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. അപ്പൊ കാർബണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? 1s2 2s2 2p2. ഓക്കെ. അത് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് വലിയ കാര്യമാണെന്ന് വിചാരിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എഴുതി ശീലമാവും. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിന് ശേഷം പിന്നെ അതിനെ ബേസ് ചെയ്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇവിടെ കാർബണിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാർബണിന് 6 ആണ് അറ്റോമിക് നമ്പർ. 6 ആണ് അറ്റോമിക് നമ്പർ. ഇപ്പം നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 2,4 എന്ന് കിട്ടും. ആദ്യത്തെ 2 അതെവിടെ പോവും? ഫസ്റ്റ് സബ്ഷെല്ലിൽ S സബ്ഷെല്ലിൽ പോവും. S സബ്ഷെല്ലിന് മാക്സിമം ഉൾക്കൊള്ളുന്നത് 2 ഇലക്ട്രോൺ ആണ്. അപ്പം 1s2 പോയി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് L ഷെല്ലിന്റെ 2 സബ്ഷെല്ലുകളിലായിട്ട് പോകണം. ആദ്യത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് S ആണ്. രണ്ടാമത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് P ആണ്. അപ്പോൾ അത് 2s2 പോവും. അപ്പം മൊത്തം എത്ര ആയി? 4 ആയി. ഇനി ബാക്കി 2 കൂടെ ഉണ്ട്. അത് എവിടെ പോവും? Pയിലായിരിക്കും പോകുന്നത്. Pയിലാകെ 6 പറ്റും. പക്ഷെ ഇവിടെ 2 ആവശ്യമില്ലായിരുന്നുകൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് പറയാൻ പറ്റുമോ? ഇനി അടുത്ത് നമ്മളിവിടെ പറയുന്നത് അറ്റോമിക് നമ്പർ പറഞ്ഞേക്കണേ ഹൈഡ്രജന്റെ ആണ്. ഹൈഡ്രജൻ 1 ആണ്. അപ്പം ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ഈസി ആണല്ലേ? എങ്ങനെയാണ്? ഒരു എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നെയാണ് അതിന്റെ ഇലക്ട്രോൺസ്. അത് മാത്രമല്ല പ്രോട്ടോൺസിന്റെ എണ്ണവും സെയിം ആണ്. ഓക്കെ. അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസും എഴുതാൻ പറ്റും എണ്ണം, അതുപോലെ തന്നെ പ്രോട്ടോൺസിന്റെ എണ്ണവും എഴുതാൻ പറ്റും. ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആറ്റമാണ്. അപ്പൊ ഇതില് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പൊ ഹൗ മെനി ഇലക്ട്രോൺസ് പ്രസന്റ്? ഡെഫിനറ്റ്ലി അതിന്റെ ആൻസർ എന്താണ്? 1.
1 ആണ് ഹൈഡ്രജനിൽ ഉള്ള ഇലക്ട്രോൺ. ഇൻ വിച്ച് ഷെൽ ദ ഇലക്ട്രോൺ ഇസ് ഫിൽഡ്. ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇത് എവിടെയാ പോകുന്നത്? ഷെല്ലാണ് ചോദിച്ചേക്കണേ, സബ് ഷെല്ലല്ല. ഇൻ വിച്ച് ഷെൽ ദ ഇലക്ട്രോൺ ഇസ് ഫിൽഡ്. ആദ്യത്തെ ഷെല്ലായിട്ടുള്ള കെയിൽ പോവും. കെയിൽ മാക്സിമം 2 ഇലക്ട്രോണെ നമുക്ക് വെക്കാം. പക്ഷെ ഇപ്പോൾ ഒരൊറ്റ ഇലക്ട്രോണെ ഹൈഡ്രജൻ ഉള്ളൂ, അതുകൊണ്ട് കെയിൽ നമ്മൾ ഒന്നിനെ കൊടുത്തു. ഏത് സബ് ഷെല്ലിൽ പോകുന്ന ചോദിച്ചേക്കണേ? സബ് ഷെല്ല് എന്ന് പറയുമ്പം കെക്ക് ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് കെയുടെ എസ് സബ് ഷെല്ലാണ്. അപ്പൊ കെ ഫസ്റ്റ് ഷെല്ലായത് കൊണ്ട് തന്നെ അതിന്റെ സബ് ഷെല്ല് എന്നുള്ള അർത്ഥത്തിൽ ആ എസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 1s എന്ന് ഡിനോട്ട് ചെയ്യും. എന്നിട്ട് എത്ര ഇലക്ട്രോൺസ് ആണ് ഇപ്പം നമ്മൾക്ക് ഫില്ല് ആകുന്നത്? 1 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഇതിന്റെ മേളിലായിട്ട് നമ്മൾ 1s1 എന്ന് എഴുതുന്നതിന്റെ അർത്ഥം എന്തുവാ? 1s ഇടതുവശത്തുള്ള 1 സൂചിപ്പിക്കണേന്ന് വെച്ചാൽ ഏത് ഷെല്ലിന്റെ സബ് ഷെല്ലാണ് ഈ പറഞ്ഞിരിക്കുന്ന എസ് ആണെങ്കിലും പി ആണെങ്കിലും ഡി ആണെങ്കിലും എഫ് ആണെങ്കിലും, അതാണ് അത് മീൻ ചെയ്യണേ. ആൻഡ് നമ്മൾ മേളിലോട്ട് കൊടുക്കുന്ന ആ ഒരു 1ന്റെ, ഈ ഒരു കേസിൽ ഹൈഡ്രജന്റെ കേസിൽ 1s1 പറയുമ്പോൾ മേളിൽ നമ്മൾ കൊടുത്തേക്കുന്ന 1, ആ 1 എന്ന് പറയുന്നത് ആ സബ് ഷെല്ലിൽ ഫില്ലാകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. ഓക്കെ, then the subshell electronic configuration of hydrogen can be represented as 1s1. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാ വായിക്കണേന്ന് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റീഡ് ആസ് 1s1. ഓക്കെ, ഇനി അടുത്ത് ഹൗ മെനി ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ഹീലിയം. ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ആ ഉള്ളത്? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഹീലിയത്തിൽ ഉണ്ടാകുന്നത്? 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഹീലിയത്തിന് ഉണ്ടാകുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? 2 ഇലക്ട്രോൺ ആണ് ഹീലിയത്തിനും ആകെ ഉള്ളത്. അത് ഏത് സബ് ഷെല്ലിലേക്കായിരിക്കും പോകുന്നത്? ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള കെയുടെ സബ് ഷെല്ലിലേക്ക്. കെ ഫസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ കെയിലാകെ ഏത് സബ് ഷെൽ മാത്രമേ ഉള്ളൂ? എസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള കെയുടെ സബ് ഷെൽ ആയതുകൊണ്ട് തന്നെ ആ എസിനെ നമ്മൾ 1s എന്ന് പറയുന്നു. അപ്പം 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ എസ് സബ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനും പറ്റും. അപ്പം ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? 1s2. ഓക്കെ, അത് മനസ്സിലായില്ലേ? ലെറ്റ്സ് സീ the way of writing electronic configuration of next element. അടുത്ത എലിമെന്റിനെയാണ് ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും ലിഥിയത്തിന്? 3 ഇലക്ട്രോൺ ആണ് ആകെ ഉണ്ടാകുന്നത്. ഇതില് ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഓരോ ഇത് എഴുതി കുറച്ചുകൂടെ വലിയ എലമെന്റ്സിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഹൈഡ്രജനും ഹീലിയോ ആയിരുന്നു. ഹൈഡ്രജനും ഹീലിയോ മാക്സിമം ഇലക്ട്രോൺസ് 1s സബ് ഷെല്ലിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. ഇനി ലിഥിയത്തിന്റെ കേസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആദ്യത്തെ സബ് ഷെല്ലായിട്ടുള്ള കെയുടെ സബ് ഷെല്ല് 1sൽ 2 ഇലക്ട്രോൺ നമുക്ക് കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അതെവിടെ പോവും? തൊട്ടടുത്ത, അതായത് എല്ലിന്റെ സബ് ഷെൽ, രണ്ടാമത്തെ ഷെല്ലായ എല്ലിന്റെ സബ് ഷെല്ലായിട്ടുള്ള 2sലോട്ട് പോവും. 2s ആണ് എഴുതുന്നത്. എസിന്റെ മേലെ നമ്മൾ എന്ത് കൊടുക്കും? 1. എസിന് 2 എണ്ണത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിലും നമ്മൾ എന്താ 1 കൊടുക്കുന്നത്. കാരണം എന്താ? ലിഥിയത്തിന് അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ 1sൽ 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ ആണ് അടുത്ത, അതായത് രണ്ടാമത്തെ ഷെല്ലായ എല്ലിന്റെ സബ് ഷെല്ലിലേക്ക് പോയിക്കണേ. ഓക്കെ, then read the electronic configuration of lithium. ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 എന്ന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് തന്നേക്കണേ. കംപ്ലീറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെർലിയം. ബെർലിയം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ ആണെങ്കിൽ 4 ആണ്. അതെങ്ങനെയായിരിക്കും വരുന്നത്? ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാൻ പറ്റും. ആദ്യത്തെ 2 ഇലക്ട്രോൺ എവിടെ പോവും? 1sൽ പോവും. ഇനിയും ഉണ്ട് 2 ഇലക്ട്രോൺ. അപ്പോൾ അതെവിടെ പോവും? 2sലോട്ട് പോവും. 2s സബ് ഷെല്ലിന് 2 ഇലക്ട്രോണിന് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് അവിടെ ഫില്ലാവും. അപ്പം ബെർലിയത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? അതെന്ന് പറയുന്നത് 1s
1s2 2s2 എന്നാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്ത എലിമെന്റ് ബോറോൺ തന്നിട്ടുണ്ട്. ബോറോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുന്നുണ്ട്. ബോറോൺ ആയപ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ ഒന്നുകൂടെ കൂടി എന്ന് പറയുന്നത് ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. 1s2 2s2 ഇപ്പം 4 ആയിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ട്. ആ ഇലക്ട്രോൺ എങ്ങോട്ട് പോവും? 1s2 2s2 2s2 കഴിഞ്ഞോ, അടുത്ത് എങ്ങോട്ടാ ഫില്ല് ആവുന്നത്? 2p. അപ്പം ഒരു ഇലക്ട്രോണും കൂടെ അല്ലേ ഫില്ല് ആവാനുള്ളത്. അപ്പം 2p1. അതായത് പിക്ക് മാക്സിമം 6 ആൾക്കാരെ വെക്കാൻ പറ്റുമെങ്കിലും ഇപ്പം ബോറോണിന്റെ അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട് അത് 5 ആണ്. അപ്പൊ ആദ്യം നമ്മൾ 1s2 കൊടുത്തു, അത് കഴിഞ്ഞ് 2s2 2 ഇലക്ട്രോൺ കൊടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെവിടെയാ പോയിക്കണേ? 2pയിലോട്ട് പോകുന്നു. അപ്പൊ ഈ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഇനി 3s വരും. അടുത്ത് ചില എലിമെന്റ്സിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് 1s 2s 2p പിന്നെ 3s 3p 3d അങ്ങനെ സബ്ഷെല്ലുകൾ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അറ്റോമിക് നമ്പർ കൂടുമ്പോഴത്തേക്കും. അപ്പൊ സാധാരണഗതിയിൽ ഈ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ സബ്ഷെല്ലുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് എനർജി കൂടി വരുന്നതിന്റെ ബേസിസിലാണ്. അപ്പൊ 1s കൂടുതൽ എനർജിയാണ് 2s കൂടുതൽ എനർജിയാണ് 2pക്ക്. അപ്പം 2pനെക്കാട്ടിലും കൂടുതൽ എനർജി എന്തിനായിരിക്കും? 3s കൂടുതൽ എനർജിയാണ് 3pക്ക്. അപ്പൊ 3pനെക്കാട്ടിലും കൂടുതൽ എനർജി ആർക്കാണ്? 4s-നാണ്. നിങ്ങൾ ചിലപ്പോൾ 3d എന്ന് പറയാൻ വന്നിട്ടുണ്ടായിരിക്കും. 4s-നാണ് കൂടുതൽ എനർജി. അത് കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. ഓക്കെ, 4s-നെക്കാട്ടിലും കൂടുതൽ എനർജി 3dക്കുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും 1s-നെക്കാട്ടിലും എനർജി 2s-നാണ്. അപ്പോൾ 2s-നെക്കാട്ടിലും കൂടുതൽ 2pക്കാണ്. അത് കഴിയുമ്പം 3s-നായിരിക്കും എനർജി കൂടുതൽ, അത് കഴിഞ്ഞിട്ട് 3pക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓർഡറിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്തായാലും അടുത്ത 3dക്കായിരിക്കും എനർജി കൂടുതലെന്ന്. അടുത്ത എനർജി കൂടുതൽ 4s-നാണ് ശരിക്കും. ഓക്കെ, 4s കഴിഞ്ഞിട്ട് 4s-നെക്കാട്ടിലും എനർജി കൂടുതലാണ് 3dക്ക്. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം അത് ഓർത്ത് വലിയതായിട്ടൊന്നും ചിന്തിക്കണ്ട. നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റിലോട്ട് പയ്യെ എത്തും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ദെൻ അടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കാർബണിൻ്റെ ആണ്. കാർബണിൻ്റെ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. എങ്ങനെയായിരുന്നു? 1s2 2s2 2p2 6 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തത്. When we write the subshell wise electronic configuration, the number on the left side of the subshell denotes the shell number and the number on the top right side denotes the number of electrons. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്തുവാ? നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ 2s2 എന്ന് നമ്മൾ എഴുതിയെന്ന് വെച്ചോ. 2s2 എന്ന് എഴുതി. അപ്പം നമ്മൾ ഈ എഴുതിയ ഈ 2 എന്ന് പറയണ എന്തുവാണ്? ഈ 2 എന്ന് പറയണത് ഏത് ഷെൽ എന്നാണ് അർത്ഥം. ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലാണ് ഈ എസ്. ഇപ്പം നമ്മൾ 2 ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ എഴുതിൻ്റെ അർത്ഥം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? സെക്കൻഡ് ഷെല്ലിൻ്റെ എസ് ആണ്. സെക്കൻഡ് ഷെല്ലിൻ്റെ സബ്ഷെല്ലായിട്ടുള്ള എസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സെക്കൻഡ് ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ഈ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലായിട്ടുള്ള എല്ലിൻ്റെ സബ്ഷെൽ എസ്സിൽ 2 ഇലക്ട്രോൺസ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ പറയണമെന്ന് പറയുന്ന ഷെല്ലും അതുപോലെ തന്നെ ടോപ്പ് റൈറ്റ് സൈഡിൽ പറയുന്നത് ആ ഒരു സബ്ഷെല്ലിൽ ഇരിക്കാൻ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യണേ. ഓക്കെ, write down the subshell electronic configuration of the elements given below and complete the table 1.6. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ലൊരു എക്സസൈസ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്കും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു വിധമൊക്കെ തറവാം. ഓക്കെ, ഇത് അല്ലാണ്ട് നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ എലിമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ബേസ് ചെയ്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കണം. ആദ്യം സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിന് ശേഷം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് N7 ആണ്. അപ്പം ഈ ഒരു എലിമെന്റിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് 7 എന്ന്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ 7 ആയിരിക്കും. ഇനി എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യം
2 ഇലക്ട്രോൺസ് നമ്മൾ 1s2ൽ വെച്ച് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി 5 എണ്ണം കൂടെ വെക്കാനുണ്ട്. 5 എണ്ണത്തിൽ 2 എണ്ണം 2s2ൽ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലായ എല്ലിൻ്റെ എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് നമ്മൾ 2s2 അതിൽ കൊടുത്തു. ഇനിയും നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 3 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അത് എവിടോട്ട് പോവും? 2p, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിൻ്റെ പി സബ് ഷെല്ലിൽ ബാക്കി വരുന്ന 3 നമുക്ക് കൊടുക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ പിയിൽ 6 ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ്റെ ഇതാണ് തന്നിരിക്കുന്നത്. 9 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഫില്ല് ചെയ്യണത്? 1s2 നമ്മൾ കൊടുത്തു, 2s2 കൊടുത്തു, 2s2. അപ്പോൾ എത്രയായി? 4. ഇനിയുണ്ട് 5. നമ്മൾ ബാക്കി വരുന്ന 5. പിക്ക് മാക്സിമം 6 എണ്ണം കൊള്ളാൻ പറ്റും. പക്ഷേ ഇവിടെ 5 എണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അതിനകത്ത് അങ്ങ് വെക്കാൻ പറ്റുമല്ലോ, 5. ഓക്കെ, അത് കണ്ട് സോഡിയത്തിൻ്റെയാണ് പറയുന്നത്. സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് 11 ആയിരിക്കും. അപ്പം 1s2 കൊടുത്തു, 2 ഇലക്ട്രോൺ കൊടുത്തു. അത് കഴിഞ്ഞ് 2s2ൽ 2 ഇലക്ട്രോൺ കൊടുത്തു, 4 ആയി. ഇനി എത്ര? 11 ആണ്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് കൊടുക്കണ്ടേ? 6 കൊടുത്തു. പിയിൽ 6 കൊടുത്തു, 2pയിൽ 6 കൊടുത്തു. അപ്പം ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. 2 2 4, 4 + 6 ആയപ്പോൾ 10 ആയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട്. ഒരാൾ ബാക്കിയുള്ളത് ഇനി നമ്മൾ അടുത്ത് 3s എടുത്താലേ അതിൽ കൊടുക്കാൻ പറ്റും. 3s മാക്സിമം 2 എണ്ണം വെക്കാൻ പറ്റും. എങ്കിലും നമ്മൾ 1 ഉള്ളത് കൊണ്ട് 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം മൊത്തം 11 ആയില്ലേ? 2 2 4, 4ഉം 6ഉം കൂടെ ആകുമ്പോൾ 10, 10 + 1 11. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 13. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺ ആയിരിക്കും അലൂമിനിയത്തിനുള്ളത്? അത് 13 ആണ്. ഓക്കെ, അപ്പം നമ്മൾ അത് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാം 1s2, 2s2 4 ആയിട്ടുണ്ട്. ഇപ്പോൾ 10 ആയിട്ടുണ്ട്. 2 2 4, 4 6 10 ആയിട്ടുണ്ട്. ഇനി എത്ര പേരെ കൂടെ കൊടുക്കണം? 3 പേരെ കൂടെ ഫില്ല് ചെയ്യണം. 3s വന്നു. 3sൽ നമ്മൾ 2 കൂടെ കൊടുത്തപ്പോൾ 12 ഇലക്ട്രോണിനെ ഫിൽ ആയിട്ടുണ്ട്. എന്നാലും 1 ഇലക്ട്രോൺ ഇനിയും അൺഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെ കൊടുക്കും? അടുത്ത പിയിൽ കൊടുക്കും. പിയിൽ 6 ആണ് മാക്സിമം ഇലക്ട്രോൺസ് ഇരിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 1 ആ 1 ഇലക്ട്രോൺ കൊടുത്താൽ മതി. ഓക്കെ, മൊത്തത്തിൽ 13 ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് 17, ക്ലോറിൻ്റെ ആണ്. അറ്റോമിക് നമ്പർ 17. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 17 ആയിരിക്കും. ഇതെങ്ങനെ നമ്മൾ എഴുതുക? ഒരു മിനിറ്റ്, ഇതൊന്ന് സൂം ഇൻ ചെയ്തോട്ടെ. ക്ലോറിൻ 17 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? 1sൽ 2 കൊടുത്തു, 2sൽ 2 കൊടുത്തു, 2pയിൽ 6 കൊടുത്തു. 6 കൊടുത്തപ്പോൾ ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 10. ഇനി 7 ആൾക്കാരെ നമുക്ക് ഫില്ല് ചെയ്യണം. 3s വരണം. 10ഉം 2 പേരെ കൂടെ ഇവിടെ കൊടുക്കാൻ പറ്റും. എസ്സിൽ 2 ആണ് മാക്സിമം ഇലക്ട്രോൺസ് ഇരിക്കുക. അപ്പം 12 ആയിട്ടുണ്ട്. ഇനിയുണ്ട് 17 ആവാൻ 5 ഇലക്ട്രോണ് ബാക്കി. അത് നമ്മൾ 3pയിൽ കൊടുക്കും. 3p 5 പേരെ ഇവിടെ കൊടുത്തു. പിക്ക് മാക്സിമം 6 പേരെ വെക്കാൻ പറ്റും. 6 ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും. ഇവിടെ 5 മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് 5 എണ്ണം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഈ എഴുതിക്കണ അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോഴത്തേക്കും സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ട ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ടാവില്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാം കേട്ടോ. കമൻസ് ആയിട്ട് ചോദിച്ചാൽ അപ്പോൾ അതേ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആർഗണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 18 ആണ് അറ്റോമിക് നമ്പർ വന്നേക്കണേ. അപ്പോൾ 18 ആണ് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. നമുക്ക് എഴുതാം
സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നോടൊപ്പം പറയാവോ? ആ ശരിയാണ്. 1s2, 2s2, 2p6, 3s2. ഇപ്പം എത്ര ആയിട്ടുണ്ട്? 12 ആയിട്ടുണ്ട്. ഇനി ഒരു 6 ആൾക്കാരും കൂടെ ഉണ്ട്. അതിനെ നമ്മൾക്ക് 3pയിൽ അങ്ങ് കൊടുക്കാം. അത് മാഞ്ഞു പോയി. 3p6 വരും. അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6. ഓക്കെ, അപ്പോഴത്തേക്കും 18 ആയി. ഇത് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് ടേക്ക് ദി കേസ് ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ കേസ് നമ്മൾ നേരത്തെ ഒന്ന് നോക്കിയായിരുന്നു, ഓർമ്മയുണ്ടോ? തുടക്കത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കി. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതിയിരുന്നത്? പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതാം. സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതെന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? 2, 8, 8, 1 ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. അറ്റോമിക് നമ്പർ 19 അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 19. അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്, അതായത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 8, എൻ ഷെല്ലിൽ 1. ഈ എം ഷെല്ലിന്, ഇത് മൂന്നാമത്തെ ഷെല്ലല്ലേ, എം ഷെല്ലിന് മാക്സിമം 18 ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഈ 8ൻ്റെ കൂടെ ആഡ് ചെയ്ത് 9 എഴുതി കൂടാ? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, 2 നമ്മൾ ഫില്ല് ചെയ്തു. ഇപ്പം പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19, 2, 8 ഇപ്പം 10 ആയി. ഓക്കെ, ഇനി ബാക്കി നമുക്ക് 9 ഇലക്ട്രോണും കൂടെ ഫില്ല് ചെയ്യണം. അടുത്ത ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ നമുക്ക് മാക്സിമം 18 ഇലക്ട്രോൺ വരെ വെക്കാം. അപ്പം ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ അങ്ങ് 9 കിട്ടാൽ പോരെ? ഇപ്പം എത്ര കൂട്ടുമ്പം 19 കിട്ടുന്നില്ലേ? പകരം ഇങ്ങനെ എഴുതാതെ നമ്മൾ എന്താ ഇങ്ങനെ ഇതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. 1s-ഉം 2s സബ് ഷെല്ല് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് കുറച്ച് എനർജി ഉള്ളത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. 1s-ഉം 2s-ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആർക്കാണ് എനർജി കുറവ്? ആർക്കാ? 1s-നല്ലേ. അതുപോലെ 3s-ഉം 3p-യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനർജി കുറവ് ആർക്കാ? 3s. അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. 3d-യും 4s-ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആർക്കാണ് എനർജി കുറവ്? നമ്മൾ ഇതുവരെ പഠിച്ച അനുസരിച്ച് 2s-നേക്കാളിലും എനർജി കുറവാണ് 1s-ന്. അതുപോലെ തന്നെ 2p-നേക്കാളിലും എനർജി കുറവാണ് 2s-ന്. 3s-നേക്കാളും എനർജി കുറവാണ് 2p-ക്ക്. അതുപോലെ തന്നെ 3p-നേക്കാട്ടിലും എനർജി കുറവാണ് 3s-ന്. ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ 4s-നേക്കാട്ടിലും എനർജി കുറവായിരിക്കേണ്ടത് 3d-ക്ക്. 4 അല്ലേ വലിയ നമ്പർ? പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ പറയണ, അതായത് 1 കഴിഞ്ഞിട്ട് 2, 3, 4 അങ്ങനെ പോകുന്നില്ലേ, ആ ഒരു ഓർഡറിലാണ് നമുക്ക് എനർജി ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഈ എനർജി സബ് ഷെല്ലുകളിൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ആ ഓർഡർ ഇപ്പം നിങ്ങൾ പഠിക്കും. ആ ഓർഡർ നിങ്ങൾ പഠിക്കുന്നതോടുകൂടെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് എനർജി ഓഫ് 4s ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് 3d. 4s-ൻ്റെ എനർജി എന്ന് പറയണത് 3d-നേക്കാട്ടിലും കുറവാണ്. അപ്പം അതായത് 3s കഴിഞ്ഞു, 3p കഴിഞ്ഞു, അടുത്ത് വരേണ്ടത് ആരാ? 4s ആണ്. 3d അല്ല വരേണ്ടത്. കാരണം 3d-ക്ക് 4s-നേക്കാട്ടിലും എനർജി ഉണ്ട്. അതുകൊണ്ട് 4s ഫില്ല് ചെയ്തിട്ട് അതിന് ശേഷമാണ് 3d-യിലോട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. കാരണം എന്താ, നമ്മൾ സാധാരണ എഴുതി പോകുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ 3s 3p അത് കഴിഞ്ഞിട്ട് 3d-യിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയല്ല പോവേണ്ടത്. 4s-ലോട്ടാണ് പോവേണ്ടത്. 4s-ലോട്ട് പോയതിന് ശേഷം അതിൽ ഇലക്ട്രോൺസിന് 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം. എസ് ഏത് ഷെല്ലിൻ്റെ എസ്സിലാണെങ്കിലും 2 ഇലക്ട്രോൺ ആയിരിക്കും മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുക. അപ്പം ആ 4s-ലോട്ട് പോയിട്ട് മാത്രമേ അടുത്ത് 3d-യിലോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഈ പിക്ചർ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനർജി നമ്മൾ ഈ ഇലക്ട്രോൺസ് സബ് ഷെല്ലിൽ ഫില്ല് ആകുന്നത്. ആദ്യം 1s,
കാണുന്നുണ്ടോ? ഇത് 1s, അത് കഴിഞ്ഞ് 2sലാണ് ഫില്ലാകുന്നത്, അത് കഴിഞ്ഞ് 2p, അത് കഴിഞ്ഞ് 3s. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 3s കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് 3Dയിലല്ല ഫില്ലാവുന്നത്, 4sലാണ്. 4s കഴിഞ്ഞിട്ട് 3D കഴിഞ്ഞിട്ട് 4p കഴിഞ്ഞതിന് ശേഷം 5s കഴിഞ്ഞതിന് ശേഷം 4D, അത് കഴിഞ്ഞതിന് ശേഷം 5p, അത് കഴിഞ്ഞതിന് ശേഷം 6s, അത് കഴിഞ്ഞതിന് ശേഷം 4f, അത് കഴിഞ്ഞതിന് ശേഷം 5D, അത് കഴിഞ്ഞതിന് ശേഷം 6p, അത് കഴിഞ്ഞതിന് ശേഷം 7s, അത് കഴിഞ്ഞതിന് ശേഷം 5f, അത് കഴിഞ്ഞതിന് ശേഷം 6D, പിന്നെയാണ് 7pയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുന്നത്. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കാം. 21 അറ്റോമിക് നമ്പർ തന്നേക്കണേ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പം 1s2 കൊടുത്തു, 2s2, 2p6, ഇപ്പോൾ എത്രയായി? 10 ആയിട്ടുണ്ട്. ഇനിയും 11 ഫില്ല് ചെയ്യണം. 3s2, 3p6, ഇപ്പോൾ 18 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. ഇനിയും 3 ആൾക്കാരെ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ശരിക്കും എങ്ങനെയാണ് വിചാരിക്കുക? അടുത്ത 3D ആണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്കിപ്പം മനസ്സിലായല്ലോ, 3p കഴിഞ്ഞ് ആരാണ് വരേണ്ടത്? 4s ആണ് വരേണ്ടത്. അതിന് കൊടുത്തതിന് ശേഷം മാത്രമേ 3Dക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ? 4sനെക്കാട്ടിലും 3Dക്ക് എനർജി കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? മൊത്തം 18 ആയിട്ടുണ്ട്. 4sൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ കൊടുത്തു. ഇപ്പം എത്രയായി? 20 ഇനി 1 ഇലക്ട്രോൺ കൂടെ കൊടുക്കാനുള്ളത്. ഇനി അടുത്ത് 3D എഴുതി അതിന് കൊടുക്കും. 3D എഴുതിയിട്ട് അതിന് കൊടുക്കും 1. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്കാൻഡിയത്തിൻ്റെ എങ്ങനെയാണ് വരുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3D, 1. ഇങ്ങനെയാണ് സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. മനസ്സിലായല്ലോ? Electrons are filled in subshell of scandium in the order of 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d, 1. പക്ഷേ ഇതിങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വായിക്കാനൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: 1s2, 2s2, 2p6, 3s2, 3p6, 3d, 1, 4s2. അതായത് നമ്മൾ ഇവിടെ പറയണമെന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ ഞാൻ പറയട്ടെ. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 4sൽ ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമ്മൾ 3Dയിലോട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഈ 3Dനെ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതും. സംഭവം ഒന്ന് തന്നെയാണ്. നമ്മൾ 4s2ലാണ് ആദ്യം 2 ഇലക്ട്രോൺ കൊടുത്ത് ബാക്കിയുള്ള ഇലക്ട്രോൺ ആണ് നമ്മൾ അവസാനം ഈ ഡിയിൽ കൊടുക്കുന്നത്. പക്ഷേ ഒരു കാണാനൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6. ഈ ഡിയിൽ കൊടുത്തതിന് നമ്മൾ ആ 3pയുടെ അടുത്തോട്ട് മാറ്റി എഴുതും. 3d, 1, 4s2. Okay. Based on increasing order of energy, once 4s is filled, then next electron ആണെങ്കിൽ 3Dയിൽ പോകും. 4s ഫില്ല് ചെയ്തിട്ട് വേണം അടുത്ത 3Dയിലോട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ അടുത്ത 2 എലിമെന്റ്സ് വന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതാൻ പറ്റില്ലേ? എഴുതാം. ഇതൊരു നിങ്ങളുടെ ഒരു എക്സസൈസ് ആയിട്ട് നോക്കുക കേട്ടോ. ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലോർക്കുക, എന്താ? 4sലോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ 3Dയിൽ ഇലക്ട്രോണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം എപ്പോഴും അറിയാമല്ലോ, ഏത് ഷെല്ലിൻ്റെ എസ് ആണെങ്കിലും അതിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് ഇരിക്കുന്നത്. ഏത് ഷെല്ലിൻ്റെ പി ആണെങ്കിലും നമുക്ക് അതിലിരിക്കാൻ പറ്റുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. ഏത് ഷെല്ലിൻ്റെ ഡി ആണെങ്കിലും മാക്സിമം 10 ഇലക്ട്രോൺസിന് അതിനെ വെക്കാൻ പറ്റും. ഏത് ഷെല്ലിൻ്റെ എഫ് ആണെങ്കിലും അതിൽ 14 ഇലക്ട്രോൺസിന് നമുക്ക് വെക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഈസി ആയിട്ട് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. എഴുതി വരുമ്പം പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും വേണ്ടി വരില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ കാണുമ്പം പിന്നെ അതിൽ നിന്ന് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞി ടോപ്പിക് കൂടെ പറയുന്നുണ്ട്. another method of representing subshell electronic configuration. subshell electronic configurationനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ നോബൽ ഗ്യാസസ് എന്ന് കേട്ടിട്ടില്ലേ? നോബൽ ഗ്യാസസ്, ആർഗൺ, ക്രിപ്റ്റൺ, അങ്ങനെയുള്ള ഗ്യാസസ്
ലാസ്റ്റ് ഗ്രൂപ്പിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ടായിരിക്കും ഇവര്. അപ്പോൾ ഇവിടെ പറയണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുന്ന സമയത്ത് ചില ആറ്റംസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്നെ ഈ മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഉണ്ട്, മിക്ക ആറ്റംസും എഴുതി വരുന്ന സമയത്ത് ഔട്ടർ ഷെല്ലില്, അതായത് ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ നോബിൾ ഗ്യാസസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് 2 ഷെല്ലിലെ ഇലക്ട്രോൺസ് കൂട്ടിയ 8 കിട്ടും. ഇവിടെ നോക്കിക്കേ, S2 3s2ഉം 3p6ഉം, അവിടെ 3s 2 ഇലക്ട്രോൺ ഇരിപ്പുണ്ട്, 3p 6 ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ടുമ്പം 8 ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻ, അപ്പൊ ഇതില് ഇത്രയും ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊട്ടാസ്യത്തിന്റെയാണ്. അപ്പം ഇതുവരെ ഉള്ളത്, അതായത് 1s2 തൊട്ട് ഈ 3p6 വരെയുള്ള പോർഷനെ മാറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അത്രയും മനസ്സിലായല്ലോ. ഈ പോർഷൻസ് ഇതൊട്ട് ഇതുവരെയുള്ള പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ന് പറയണത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? ഒരു നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഏത് നോബിൾ ഗ്യാസ് ആണ്? ഇപ്പൊ നമുക്കിതിപ്പോ നമ്പർ ഓഫ് ഇതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രോൺസിന്റെ എണ്ണം എല്ലാം കൂടെ ആ 3p6 വരെ കൂട്ടുമ്പോൾ ഏത് നോബിൾ ഗ്യാസ് ആണെന്ന് നമുക്ക് പിടികിട്ടും. 3p6 വരെ ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടുന്നത്. 18ന്റെ അറ്റോമിക് നമ്പർ ആണ്, ആർഗന്റെ അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ നമ്മള് ഏത് നോബിൾ ഗ്യാസ് ആണോ നമ്മുടെ എലിമെന്റിന്, നമ്മൾ തന്നേക്കണ എലിമെന്റ് ഇല്ലേ, ആ എലിമെന്റിന് പ്രിസീഡിങ് ആയിട്ട് വരുന്നത്, പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ മുന്നേ വരുന്നത്, നമുക്ക് തന്നിട്ടുള്ള എലിമെന്റിന് മുന്നേ വരുന്ന നോബിൾ ഗ്യാസസ് പലതുണ്ട്. അപ്പം നമുക്ക് തന്നിട്ടുള്ള എലിമെന്റ് ഏതാണോ അതിന് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പൊട്ടാസ്യം ആയിരുന്നു തന്നിട്ടുള്ള എലിമെന്റിന് തൊട്ട് പിന്നെ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. അതിപ്പോ നമുക്കറിയാം. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s2 തൊട്ട് 3p6 വരെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആർഗണിനെ ബ്രാക്കറ്റിലാക്കി, സ്ക്വയർ ബ്രാക്കറ്റിലായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ കാണിക്കുന്ന കണ്ടോ, ആർഗൺ. എന്നിട്ട് പിന്നെ എന്താ ബാക്കിയുള്ളത്? ഒരു 4s1 കണ്ടോ, ഈ 4s1 കണ്ടോ, അതിനെയാണ് ഇവിടെ 4s1 എന്ന് ഇട്ടേക്കണേ. അപ്പൊ അതുപോലെ തന്നെ അടുത്ത നിങ്ങൾക്ക് സോഡിയത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ നോക്കി നോബിൾ ഗ്യാസസിനെ പരിചയപ്പെടാനൊക്കെയുള്ള ഒരു അവസരമാണിത്. ഈ മെത്തേഡിൽ നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോബിൾ ഗ്യാസസിനെ കുറിച്ചുകൂടെ മനസ്സിലാവും. എന്തായാലും ആ നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം ഈ ഒരു മെത്തേഡിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എലിമെന്റിന് തൊട്ട് പിന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് അറിയണം. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പൊട്ടാസ്യത്തിന്റെ എക്സാമ്പിൾ അല്ലേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, പൊട്ടാസ്യത്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആർഗൺ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഇവിടെ കിടപ്പുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, 4th ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഇവിടെ നോക്കുമ്പം ഈ പൊട്ടാസ്യം ഇവിടെ കിടക്കുമ്പം ഇതാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയണേ. ഈ ഹീലിയം തൊട്ട് മേള് കാണുന്നുണ്ടല്ലോ, ഹീലിയം തൊട്ട് ഈ താഴെ വരെ കാണുന്ന ഇത്രയും, അതായത് 1 2 3 4 5 6 7, ഓക്കെ, അത്രയാണ് നമുക്കുള്ള നോബിൾ ഗ്യാസസ്. ഈ നോബിൾ ഗ്യാസസ് സിമ്പിളാണ്, നമ്മൾ എപ്പോഴും നോബിൾ ഗ്യാസസ് കുഞ്ഞിലോട്ടെ പഠിക്കുന്നതാണ്. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ നിന്നുള്ള പൊട്ടാസ്യം ആയിരുന്നു. പൊട്ടാസ്യത്തിന് തൊട്ട് മേലെ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? നോബിൾ ഗ്യാസ് ആയിട്ട് ആർഗൺ ആയിരുന്നു. അതാണ് നമ്മൾ ആർഗൺ എന്നിങ്ങനെ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം പുറത്ത് ബാക്കി ഇനി എന്താ, ഇത്രയായപ്പോൾ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നോക്കുമ്പം പൊട്ടാസ്യത്തിന് ആർഗണിന്റെ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അത് പോയിട്ട് ബാക്കി എന്തോ പൊട്ടാസ്യം ആവാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു 4s1 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ ആ സംഭവം മനസ്സിലായി. അതിനെ പോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ പിടികിട്ടും. 20 കാൽഷ്യത്തിന്റെ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്.
കാൽഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 അല്ലേ? അപ്പൊ അതില് ഈ 3p6 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 എന്നാണ്. 18 എന്ന് പറയുന്നത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? ആർഗന്റെ ആണ്. അതല്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ പീരിയോഡിക് ടേബിൾ ഒന്നുകൂടെ കാണിക്കാം. നമ്മളെ പീരിയോഡിക് ടേബിളില് കാൽഷ്യം കാണുന്നുണ്ടല്ലോ. പീരിയോഡിക് ടേബിൾ ഇതാ കിടക്കുന്നു കാൽഷ്യം. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും കാൽഷ്യത്തിന്റെ പൊസിഷൻ, എന്നാലും ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് കാൽഷ്യം. ഓക്കെ, അപ്പൊ കാൽഷ്യത്തിന് തൊട്ട് മേലെ വരുന്ന നോബൽ ഗ്യാസ് ഏതാണ്? ആർഗൺ. ഓക്കെ, അപ്പം കാൽഷ്യം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുന്നത് എങ്ങനെ എഴുതും? സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ AR എന്നിട്ടിട്ട് ബാക്കി 4s2. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതുപോലെ അടുത്ത ടേബിളിലുള്ളത് മഗ്നീഷ്യം ആണ്. അപ്പോൾ അതിൻ്റെ 12 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. അപ്പം ഈ 1s2 2s2 2p6 എന്ന് പറയുന്നത് 10 ആണ് വരുന്നത്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 10 എന്തിൻ്റെ അറ്റോമിക് നമ്പർ ആണ്? നിയോണിൻ്റെ. ഇപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർത്ത് കളയാം. ഇപ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുള്ള എലിമെൻറ്റ് ഏതാണ്? മഗ്നീഷ്യം. ഓക്കെ, മാർക്ക് ചെയ്യാൻ ജസ്റ്റ് കാണിക്കട്ടെ. ഓക്കെ, മഗ്നീഷ്യം കാണുന്നുണ്ടോ? മഗ്നീഷ്യം കാണുന്നുണ്ടോ? ഇതാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം കണ്ടല്ലോ. മഗ്നീഷ്യത്തിന് തൊട്ട് മുന്നേ വരുന്ന നോബൽ ഗ്യാസ് നിയോൺ ആണ്. അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് തന്നെ നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 എന്നാണ് വരുന്നത്. അപ്പോൾ ആ 2p6 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. കാരണം പുറത്തെ 2 ഷെല്ലുകളായിട്ടുള്ള എസും പി ഉള്ള ഇലക്ട്രോൺസിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും വരെ ആയപ്പോൾ നോബൽ ഗ്യാസ് ആയി. അപ്പോൾ നിയോൺ ആണ് അവിടെ വന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചേക്കണേ. കൊബാൾട്ട് ആണ് 27 അറ്റോമിക് നമ്പർ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 വരെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് പുറത്ത് ഇത് കഴിഞ്ഞിട്ട് 4s2 3d7 കൂടെ ഉണ്ട്. കൊബാൾട്ടിൻ്റെ വരുമ്പോൾ 27 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏതാ 3p6 വരെ വരുമ്പോൾ ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പുള്ളി തന്നെയാണ് ആർഗൺ. ഇപ്പം നമ്മൾ കൊബാൾട്ടിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പം നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് മനസ്സിലാവും. കൊബാൾട്ട് ഇതേ ഇവിടെ കിടക്കണേ. കൊബാൾട്ട് കണ്ടോ? ഇതാണ് കൊബാൾട്ട്. അപ്പം കൊബാൾട്ടിന് തൊട്ട് മുന്നേ പീരിയോഡിക് ടേബിളിൽ ആരാ വരണേ? ആർഗൺ. അപ്പം കൊബാൾട്ടിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്കും എങ്ങനെ എഴുതുന്നത്? ബ്രാക്കറ്റ് ഇടും, ആർഗൺ എന്നെഴുതും. ബാക്കി നോബൽ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോയി കഴിഞ്ഞാൽ ഒരു 4s2 പിന്നെ 3d7. ഓക്കെ, ഇതാണ് കൊബാൾട്ടിൻ്റെ കേസ് വരുന്നത്. ഇനി നിങ്ങൾക്കുള്ളത് സിങ്കിൻ്റെ ആണ്. സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 എന്നാണ്. അപ്പം സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ 3p6 വരെ വരുന്നുണ്ട്. അത് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ സിങ്കിനെ നമ്മുടെ പീരിയോഡിക് ടേബിള് സിങ്ക് ഇതാ ഇവിടെ 12th ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. സിങ്ക് കണ്ടോ? സിങ്കിന് തൊട്ട് മുന്നേ വരുന്ന നോബൽ ഗ്യാസ് എന്താ? അതും ആർഗൺ ആണ്. അപ്പോൾ സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെയും എഴുതാം. അതായത് ആർഗൺ ഇട്ടതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 4s2 അതുപോലെ 3d10 എന്ന് എഴുതാം. ഓക്കെ, ഈ 2 രീതിയിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ അങ്ങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള നോബൽ ഗ്യാസ് അറിയാമെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള എലിമെൻറ്റിന് തൊട്ട് മുന്നേ ഉള്ള നോബൽ ഗ്യാസ് അറിയാമെങ്കിൽ അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയിട്ട് ബാക്കിയുള്ള റിമൈനിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചേർത്ത് എഴുതാം. ഇത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം. പക്ഷെ ഇത്രയും നീട്ടി ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പോകുന്നതിനെക്കാട്ടിലും അങ്ങനെ പോകാനാണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, അങ്ങനെ ഒരു ലെജിബിലിറ്റി അതിന് വരും.
ഇനി അടുത്തൊരു പോർഷൻ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ +1 ഇതേ ഇമ്പോർട്ടൻസോടെ തന്നെ പഠിക്കുന്ന ഒരു പോർഷനാണ്. പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ക്രോമിയത്തിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 കണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. അപ്പോൾ ഇവിടെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നേന്ന് എഴുതി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ 1s2, 2s2, 2p6 ഇത്ര ആയപ്പോൾ 10 ആയി. പിന്നെ 3s2, 3p6 ആയപ്പോൾ 18 ആയി. പിന്നെ 24 കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്രയുണ്ട്? 6 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ഈ 6 ഇലക്ട്രോൺ നമ്മൾ 3p കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഫില്ല് ചെയ്യുന്നത്? 4sനാണ്. പക്ഷേ ഈ 4s ഏത് s ആണെങ്കിലും അതിൽ 2 ഇലക്ട്രോൺ മാക്സിമം ഇരിക്കും. പക്ഷേ ഇവിടെ ഒരെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ച രീതിക്ക് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ 4sനല്ലേ ആദ്യം 3p കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ 4sന് 2 ഇലക്ട്രോൺ നമ്മളങ്ങ് കൊടുക്കുന്നു, നമ്മൾ സാധാരണ വിചാരിക്കുന്നത്. ബാക്കി വരുന്ന ഇനി എത്ര ബാക്കിയുള്ളത്? 4 ഇലക്ട്രോൺ. അത് 3dക്ക് കൊടുക്കുന്നു, 3dക്ക് 4 കൊടുക്കുന്നു. പക്ഷെ ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കണേ എങ്ങനെയാ? നമ്മൾ 4sനാണ് ആദ്യം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും 4sന് 1 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി 5 എണ്ണം ഡിയിലേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. 4sന് 2 എണ്ണം കൊടുത്തിട്ട് ഡിക്ക് 4 എണ്ണം കൊടുക്കുന്നതിന് പകരം 4sൽ 1 കൊടുത്തിട്ട് ബാക്കി ഡിക്ക് 5 കൊടുക്കുന്നു. ഇതുപോലെ തന്നെ വേറെ ഇതേ പെക്യുലാരിറ്റി, ഇതേ പ്രത്യേകത ഉള്ള വേറൊരു എലിമെൻറ്റും കൂടെ ഉണ്ട്. ആളാരാണെന്നറിയാമോ? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പം അതനുസരിച്ച് ഇവിടെ പറയുന്നത് കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ചതും ഇതുവരെ പഠിച്ചത് വെച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6. അത് കഴിഞ്ഞ് 3p6 വരെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 4s2, എസിന് മാക്സിമം 2 ഇലക്ട്രോണിന് വെക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ എസിന് ഡെഫിനറ്റ്ലി 2 കൊടുക്കും. അപ്പോൾ ഇപ്പോഴത്തേക്കും 20 ആയിട്ടുണ്ട്. ഇനി ബാക്കി 9 ഇലക്ട്രോൺ ഉണ്ട്, അത് 3dക്ക് കൊടുക്കും. ഡിക്ക് ആകെ 10 ഇലക്ട്രോണിനെ സംഭരിക്കാൻ പറ്റും. അപ്പോൾ 9 എണ്ണം ഉള്ളൂ. അപ്പോൾ 9 എണ്ണത്തിന് അത് ഡെഫിനറ്റ്ലി വെക്കാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുക. പക്ഷെ ഇതെന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെയല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നമ്മൾ 4sന് ഒരെണ്ണം മാത്രം കൊടുത്തിട്ട് ഡിയിലേക്ക് 10 ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും. ഇതിൻ്റെ കാരണം എന്തെന്നറിയോ? ഇതിൻ്റെ കാരണമാണ് ഈ ബോക്സിൽ പറയണത്. ദ ഡി സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം ഓഫ് 10 ഇലക്ട്രോൺ. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു കാര്യമാണ്. ഡി സബ്ഷെല്ലിനാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ, അതായത് ഡിക്ക് 10 ഇലക്ട്രോണിനെ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം ഡിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഡി സബ്ഷെല്ലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഡിയുടെ കംപ്ലീറ്റ്ലി ഫിൽഡ്, അതായത് ആകെ ഉൾക്കൊള്ളാൻ പറ്റുന്ന 10 ഇലക്ട്രോൺ ഒന്നീ ഫില്ലായാലോ അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയാ? 10ന്റെ 5 ഇലക്ട്രോൺ ഫില്ലായിട്ടുണ്ടെങ്കിലോ അങ്ങനെ വരുന്ന ഡി സബ്ഷെല്ലിലേക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ D4നെക്കാട്ടിലും വളരെ സ്റ്റെബിലിറ്റി കൂടുതലാണ് D5ന്. ഓക്കെ, അതുപോലെ തന്നെ D9നെക്കാട്ടിലും ഭയങ്കര സ്റ്റെബിലിറ്റിയാണ് D10ന്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ D5നും D10നും സ്റ്റെബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വമാണ് നമ്മൾ ഈ 4sന് ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ഇവിടെ കോപ്പറിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും 10 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ D10 ആക്കാൻ വേണ്ടിയിട്ടാണ് 4sന് 1 മാത്രം കൊടുത്തിട്ട് ആ 4sൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന 2 കൊടുക്കാതിരുന്നിട്ടും 2 കൊടുക്കാണ്ട് നമ്മൾ ഈ 3Dയിൽ കൊണ്ടുവന്ന് ഈ 9ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 10 ആക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ക്രോമിയത്തിൻ്റെ കേസ് എടുത്താലും സെയിം സംഭവമാണ്. ക്രോമിയത്തിൻ്റെ കേസിലും ഇപ്പോൾ ഇവിടെ 4s1 എന്ന് കൊടുത്തിട്ട് നമ്മൾ 3Dയിലോട്ട് ആ 1നെ കൂടെ കൊണ്ടുവന്ന് 3D5 ആക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമ്മൾ 4s2ന് മാക്സിമം 2 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിയിൽ എത്രയേ വരുള്ളൂ? 4 വരുള്ളൂ. 4 വരുന്നതിനെക്കാട്ടും സ്റ്റെബിലിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ D5 ഫില്ലാകുന്നതാണ്. അപ്പം ഇവിടെ ഒന്നും കൂടെ ഇവിടെ കൊണ്ടുവന്നാൽ 4sന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന 2ൽ ഒരാളെ കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഡിന് ഒന്നും കൂടെ കൂട്ടി 5 ആക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് ഡിക്ക് മാത്രമല്ല
എഫിനും ഉണ്ട് ഇതേ പ്രത്യേകത. ഓക്കെ, അപ്പം എഫ് സബ്ഷെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഫ് സബ്ഷെല്ലിന് 7 അതുപോലെ തന്നെ F14 ഇങ്ങനെ ഇലക്ട്രോൺസ് ഫില്ലായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡിക്ക് നമുക്ക് അല്ലെങ്കിൽ ഡിക്കോ എഫിനോ, ഇപ്പോൾ ഡിയുടെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 10 ആക്കാൻ പറ്റും അല്ലെങ്കിൽ 5 ആക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആൾ ഫില്ല് ചെയ്തിട്ട് ഡിയിലേക്ക് വരുന്ന സമയത്ത് ആ ലോജിക് ഉപയോഗിച്ച് ഡി 5 or 10 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിൻലി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുന്ന 2 എലിമെൻറ്റ്സ് ആണ് ക്രോമിയവും കോപ്പറും. അപ്പം അത് ചിലപ്പോൾ അറ്റോമിക് നമ്പർ തരും, ഇല്ലെങ്കിൽ തരത്തില്ല. അപ്പം എപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. +1 ചോദിക്കാറുണ്ട് ഈ ഒരു പോർഷൻ. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24. ഓക്കെ, കോപ്പറിൻ്റെ ആകുമ്പോഴത്തേക്കും 29. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നല്ലപോലെ പഠിക്കുക. ഓക്കെ, എന്നിട്ട് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 4s-ന് 2 ഇട്ട് കൊടുക്കും, എന്നിട്ടേ 3D വരുള്ളൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 3Dക്ക് ക്രോമിയത്തിൻ്റെ കേസിൽ 4ഉം വരും, കോപ്പറിൻ്റെ കേസിലാകുമ്പോൾ 3Dക്ക് 9ഉം വരും. അത് സ്റ്റെബിലിറ്റി ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളോട് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയണേ ഇതാണ്. ക്രോമിയത്തിൻ്റെ ഇതും കോപ്പറിൻ്റെ ആണെങ്കിൽ ഇതുമാണ്. പിന്നെ ഈ ബോക്സിൽ പറയണ കാര്യം വളരെ വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും വേണം. ഓക്കെ, for the subshell electronic configuration of chromium and copper, the configuration with half filled D subshell or completely filled D subshell show greater stability. ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇഫ് ദി സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കണേ. ദി സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് an atom is 1s2, 2s2, 2p6, 3s2. Find answers to the following. How many shells are present in the atom? എത്ര ഷെല്ലുണ്ടായിരിക്കും? 1s2 ഉണ്ട്, 2s2, 2p, 3s. ഇപ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എത്ര ഷെല്ലാണ് അതിൽ നമുക്കുള്ളത്? സബ്ഷെല്ലല്ല ചോദിച്ചേക്കണം, ഷെല്ലാണ്. 3 ഷെല്ലാണ് ഉള്ളത്. വിച്ച് ആർ ദ സബ്ഷെൽ ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിൻ്റെയും സബ്ഷെൽ ഏതാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ്ഷെല്ല് 1s ആണ്. സെക്കൻഡ് ഷെല്ലിൻ്റെ 2 സബ്ഷെല്ലുണ്ട്, 2s-ഉം 2p ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് ഷെല്ലിൻ്റെ സബ്ഷെല്ലായിട്ട് ഇവിടെ 3s മാത്രമേ ഉള്ളൂ. ഓക്കെ, വിച്ച് ഈസ് ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്? ഇലക്ട്രോൺ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് ഏത് സബ്ഷെല്ലിലേക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് 3s-ലേക്കാണ് ആഡ് ചെയ്തേക്കുന്നത് അവസാനം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ മേളിൽ എഴുതിയിരിക്കുന്ന 1s2, 2s2, 2p6, 3s2. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺസ് ഫില്ലാകുന്നതല്ലേ നമ്മൾ അപ്പർ റൈറ്റ് കോർണറിൽ എഴുതുന്നത്. അപ്പം 2 + 2 + 6 + 2 മൊത്തം 12 ഇലക്ട്രോൺ ഉണ്ട്. വിച്ച് യൂസ് ദ അറ്റോമിക് നമ്പർ? ഇലക്ട്രോൺസിൻ്റെ നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താ? അവിടെ 12 ആണ്. ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് ഫോം? ഷോർട്ട് ഫോമിൽ എഴുതാൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയണത് ഏറ്റവും അവസാനം ഇപ്പോൾ റീസെൻ്റായിട്ട് പഠിച്ച കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നോബൽ ഗ്യാസിൻ്റെ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് 1s2, 2s2, 2p6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കിട്ടുന്നത്. കാരണം 2ഉം 6ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10 ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ 10 വരുന്നത് നിയോണിനാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് അവിടെ എഴുതുക എന്ന് വെച്ചാൽ നിയോൺ, ബാക്കി പുറത്തെന്ത് വരും? 3s2. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻ. ഡൗട്ട്സ് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൗട്ട്സ് വന്നാൽ ഒട്ടും കൺഫ്യൂസ്ഡ് ആവണ്ട, അപ്പം തന്നെ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ നിങ്ങൾക്ക് അയ്യോ ഈ ചാപ്റ്റർ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, SSLCക്ക് മാർക്ക് കുറഞ്ഞോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആദ്യം ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് SSLCയിൽ നല്ല സ്കോർ ഒക്കെ മേടിക്കണേ. ഈ പറയുന്ന ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ഇതെന്തായി നടക്കണേന്ന് പോലും ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ.